ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ആധ്യക്ഷ്യം പ്രിയങ്കരനായ സുഹൃത്ത് CPM ഹാരിസ്, ചെയർമാൻ ആൻഡ് CEO ഓഫ് സ്വീസ്. ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച SGVU ഡെപ്യൂട്ടി ഡയറക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ, ഇവിടെ എനിക്ക് ശേഷം ക്ലാസ് എടുക്കാനിരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് പ്രവീൺ ചിറയത്ത്, മറ്റിവിടെ ഫെലിസിറ്റേഷൻ നമുക്ക് വേണ്ടി നിർവഹിച്ച അമീർ, ബൈജു, റിയാസ്, അബ്ദുൽ കരീം, റസാഖ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, എനിക്ക് സദസ്സ് കാണുമ്പോൾ വലിയൊരു അത്ഭുതമാണ് തോന്നുന്നത്. എല്ലാ ദിവസവും ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും ഈ ടൗൺ ഹാളിലും ഒരുപാട് പരിപാടിക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീബലം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൗൺ ഹാളിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിമനോഹരമായിട്ടാണ് അതിനെ നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹാരിസ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊക്കെ വലിയ പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നത്. കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്നൊക്കെ. ഞാനും അതേപോലെ ഒരു യാത്ര കഴിഞ്ഞ് വരുന്നു. ഇന്നലെ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷയം എൻ്റെ മുന്നിലുണ്ട്. എന്നാലും നിങ്ങളെ കാണുമ്പോൾ ആ ഉറക്കം ഒരു പ്രശ്നമാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തത്, ഇവിടെ പറഞ്ഞു ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വന്നതെന്നൊക്കെ. ഞാൻ ഇതിന് ആദ്യമായിട്ട് അനുമോദിക്കുന്നത് പ്രിയപ്പെട്ട ഹാരിസിനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അനുമോദിക്കുകയല്ല. കാരണം ഈ ഒരു കോർഡിനേഷനിൽ ചെയർമാൻ്റെ ഒരു ധൈര്യമുണ്ടല്ലോ. ഞാൻ ഇന്നലെ വരില്ല എന്ന് കട്ടായമായിട്ട് പറഞ്ഞിട്ടും എത്രയായാലും പൈസ ഞാൻ തരാം സാർ, നിങ്ങളിവിടെ എത്തിയേ പറ്റൂ എന്ന് രാത്രിക്ക് രാത്രി എന്നെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ ശക്തിയുണ്ട് നിങ്ങളുടെ ചെയർമാൻ എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോഗ്രാമിൽ അങ്ങോട്ടൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ പേരിൽ എനിക്കൊരു നയാ പൈസയും തരണ്ട. പോകുന്നതിനുള്ള പൈസ ഞാൻ എടുക്കും, വരുന്നതിനുള്ള പൈസ ഹാരിസ് തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു. അവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിനൊരു നയാ പൈസ പോലും ഞാൻ വാങ്ങിക്കുന്നില്ല. അതും കൂടി ഞാൻ ആമുഖമായിട്ട് പറയാം. പിന്നെ അധിക സമയമില്ലാത്തത് കൊണ്ട് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കാര്യം ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചതിന് നേരെ വിപരീതമായിരിക്കാം. പക്ഷെ എൻ്റെ ബോധ്യങ്ങളെ ഞാൻ പറയൂ, ഞാൻ മനസ്സിലാക്കിയതേ ഞാൻ പറയൂ. അതുകൊണ്ട് നിങ്ങളതിനെ ഒരു കോൺട്രാഡിക്ഷനായിട്ട് കാണരുത്. ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയരുത്. ഞാനിപ്പോഴും നിങ്ങളെപ്പോലൊരു വിദ്യാർത്ഥിയാണ്. ഈ വർഷവും എനിക്ക് എക്സാമിനേഷൻ ഉണ്ട്. US-ൻ്റെ ഒരു PhD കൂടി ചെയ്യുന്നു, തീരാറായി. ഈ വർഷം തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനങ്ങോട്ടൊരു യാത്ര, ഒരു 6 മാസം അവിടെ വേണമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ നിങ്ങളെപ്പോലെ ഒരു ഫാക്കൽറ്റിയും കൂടിയാണ്, ടീച്ചറും കൂടിയാണ്. പഠിപ്പിച്ചത് MBA-ക്കാർക്കും BBA-ക്കാർക്കും ആണെങ്കിലും ഞാൻ നിങ്ങളെപ്പോലെ ഒരു ചെറിയ അധ്യാപകനാണ്. അതുകൊണ്ട് അധ്യാപകൻ്റെ വേദനയും ഒരു വിദ്യാർത്ഥിയുടെ രോദനവും അറിയാവുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണം. ഒന്ന്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂൾ സിസ്റ്റമായി നിങ്ങൾക്കറിയാവുന്നതാണ് 2002-ലും 2003-ലും ഒക്കെ തിരഞ്ഞെടുത്തത് ഫിനിഷ് സ്കൂൾ സിസ്റ്റമാണ്. FINNISH, ഫിനിഷ്, ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത there is no comparison, no examination, no rank എന്നുള്ളതാണ്. ഒരാൾക്കും അവിടെ റാങ്ക് എടുക്കാൻ കഴിയില്ല, ഒരാൾക്കും അവിടെ എക്സാമിനേഷൻ എഴുതാൻ കഴിയില്ല, ഒരാൾക്കും അവിടെ കമ്പാരിസൺ നടത്താൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ സിസ്റ്റത്തിൻ്റെ സിസ്റ്റം അതാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചു വെച്ചതിന് വിപരീതമായിരിക്കും ഒരു പക്ഷേ ഞാൻ പറയുകയാണ്. കാരണം ഈ ലോകത്തിൽ 700 കോടി ജനങ്ങളിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഏകദേശം 300 കോടിയോളം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആ 300 കോടി കുട്ടികളും ഓരോ കഴിവുകളിൽ ഈക്വലാണ്. അത് അവർ ഡിസേബിൾഡ് ആണെങ്കിൽ പോലും
അതുകൊണ്ടാണ് അവരെ ഡിസേബിൾ എന്ന് പറയാൻ പാടില്ല എന്നും അവർ വളരെ ശക്തവാന്മാരാണെന്ന് പറയണമെന്നും ലോകം പറയുന്നു. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ടീച്ചേഴ്സ്, ഇതൊരു ട്രെയിനിങ് മാത്രമായിട്ട് നിങ്ങൾ കേൾക്കരുത്, എൻ്റെ ഭാഷയായിട്ടും നിങ്ങൾ മനസ്സിലാക്കരുത്. വർഷങ്ങളായി കുറേ സ്ഥലത്ത് സഞ്ചരിച്ചതിൻ്റെയും കുറേ കണ്ടതിൻ്റെയും ഒക്കെ ചെറിയൊരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ ഏകദേശം 54 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. അതിൽ യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുണ്ടാവുക. അവിടെയെല്ലാം ഉള്ള സ്കൂൾ സിസ്റ്റത്തിൻ്റെ വളരെ നേർവിപരീതമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തീരെ പഠിക്കാത്ത കുട്ടികളെയാണ്, പഠിക്കുന്ന കുട്ടികളെ അല്ല. കാരണം പഠിക്കുന്ന കുട്ടികൾക്കറിയാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന്. പഠിക്കാത്തവനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ അവൻ എന്നും നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവനായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അധ്യാപകരായ നമ്മൾ മനസ്സിലാക്കരുത്, ഉറങ്ങുന്ന കുട്ടിയെ പിടിച്ച് പുറത്താക്കുന്നവനാണ് നല്ല അധ്യാപകനെന്ന്. ഉറങ്ങുന്ന കുട്ടിയോട് ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ്, ലേസി ഡോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ മാന്യമായ ഭാഷയിൽ ഡോർ ഈസ് ഓപ്പൺ പ്ലീസ് എന്നും പറയാം. പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അരികിലെത്തി തലയൊന്ന് ഇങ്ങനെ തലോടിയിട്ട് മോനെ നീ എന്തിനാ ഉറങ്ങുന്നത് എന്ന് ചോദിച്ച് അവൻ്റെ കണ്ണുകളിൽ ആ കാരണം കണ്ടെത്തി മോൻ ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നവനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ. ഒരിക്കലും കുട്ടിയെ പുറത്താക്കുന്നവനല്ല. കാരണം ആ കുട്ടിയുടെ ഉറക്കം എന്ന് പറയുന്നത് കണ്ടെത്തുന്നതിനേക്കാൾ ഉറക്കത്തിൻ്റെ കാരണം കണ്ടെത്തുന്നവനായിരിക്കണം അധ്യാപകൻ. ഉറക്കത്തെ കണ്ടെത്താൻ എല്ലാ അധ്യാപകർക്കും സാധിക്കും, പക്ഷെ ഉറക്കത്തിൻ്റെ കാരണം കണ്ടെത്താൻ അധികം ആൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ആ പാവം കുട്ടി എന്തുകൊണ്ട് ഉറങ്ങുന്നു, ആ കാരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും അധ്യാപകരാകുമ്പോൾ നമ്മളിൽ വലിയ പ്രതീക്ഷയാണ് ഈ സമൂഹത്തിനുള്ളത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ നോബിൾ, ഗ്ലോറിഫൈഡ് എന്നൊക്കെ പറയാവുന്ന ജോബ് എന്ന് ഞാൻ അതിനെ വിളിക്കില്ല. കാരണം JOB, ജസ്റ്റ് ഒബേ ദി ബോസ് എന്നുകൂടി അതിനൊരർത്ഥമുണ്ട്. അതുകൊണ്ട് അധ്യാപനം ഒരു ജോലിയല്ല, അധ്യാപനം ഒരു ആവിഷ്കാരമാണ്, ഒരു ഡെമോൺസ്ട്രേഷനാണ്, ഒരു ഗൈഡൻസാണ്, ആളുകളെ വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പെഡഗോഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകരും, ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയല്ല, നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയായ കുട്ടിയെ എന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുവോ, നമ്മുടെ ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത കുട്ടികൾ എപ്പോഴാണ് നിങ്ങൾ ഒന്നാമതെത്തിക്കുന്നതോ ആ സമയത്താണ് നിങ്ങൾ നല്ല അധ്യാപകരാകുന്നത്. പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിച്ചുവിടാൻ ആർക്കും പറ്റും. കേരളത്തിൽ ഏറ്റവും നന്നായി നീറ്റ് എക്സാമിനേഷൻ എഴുതിപ്പിക്കുന്ന സെന്ററുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഞാൻ പോകാറുണ്ട്. അവിടെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾ റാങ്ക് എടുക്കും. കാരണം ആ കുട്ടികൾ അങ്ങനെ പഠിക്കുന്നവരാണ്. ഈ ടോപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ ഫാക്കൽറ്റിയും, ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ട്, കഴിവുണ്ട്, പാഷനുണ്ട്, വാല്യൂസ് ഉണ്ട്. അധ്യാപകർക്ക് ഇത് 4 വേണം. ഒന്ന് നോളജാണ്, മറ്റൊന്ന് സ്കിൽസാണ്, പിന്നൊന്ന് പാഷനാണ്, പിന്നൊന്ന് വാല്യൂസാണ്. ഇത് 4ഉം ഒരേപോലെ കൊണ്ടു നടക്കുന്നവനെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വൺ വേൾഡ് എഡ്യൂക്കേഷനാണ്, ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ അല്ല. ഞാൻ നമ്മുടെ നാടിനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഞാനിവിടെ എനിക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ചില പൈസ തന്നിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ചെറിയൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. അതുകൊണ്ട് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ? ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ വിളിച്ചിട്ട് 2000 രൂപ തരും. കൃത്യമായിട്ട് പറയണം. തെറ്റിപ്പോയാൽ ഒരു 100 രൂപ ഇങ്ങോട്ടും, എന്നാലല്ലേ പിന്നെ കുറേ ആൾക്കാർ പറയാതിരിക്കുള്ളൂ. ലോകത്തിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പറയിപ്പിച്ചാലേ പിന്നെ അധികം പറയാതിരിക്കൂ. നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെ അത് പറഞ്ഞാൽ മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ നേരെ ശിഷ്യനായിരുന്നു നടരാജ ഗുരു. ലോകതലത്തിൽ പ്രസംഗകലയിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കഴിഞ്ഞാൽ പിന്നീട് ലോകം ശ്രദ്ധിക്കപ്പെട്ടൊരു പ്രഭാഷണം നടരാജ ഗുരുവിൻ്റെതാണ്. നടരാജ ഗുരുവിൻ്റെ എഡ്യൂക്കേഷൻ്റെ തിസീസ് അന്ന് അദ്ദേഹം ന്യൂയോർക്കിൽ അവതരിപ്പിച്ചത് തന്നെ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്നത്. നിങ്ങൾ ടീച്ചേഴ്സ് എന്തായാലും അത് പഠിക്കണമല്ലോ. അത് പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും, വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. 2000 രൂപ മിസ് ചെയ്യണ്ട. എന്ത് 2000 അല്ലേ? സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ. ആരും കൈപ്പൊക്കുന്നത് കാണുന്നില്ല. ആൻസർ ഉള്ളവർക്ക് കൈപ്പൊക്കാം.
വളരെ സിമ്പിളാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ മുഴുവനും ഒരു ലോകത്തിലേക്ക്, ഏകലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വളരെ മോശമായ എഡ്യൂക്കേഷനെയാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. എല്ലാവരും ഒരേപോലെ മാത്സ് പഠിക്കണം, എല്ലാവരും ഒരേപോലെ ഫിസിക്സ് പഠിക്കണം, എല്ലാവരും ഒരേപോലെ സുവോളജി പഠിക്കണം, എല്ലാവരും ഒരേപോലെ തന്നെ ഇതൊക്കെ പഠിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് മുഴുവൻ കഴിവുള്ള കുട്ടികളെയും അതിൻ്റെ ചിറകുകളെല്ലാം വെട്ടിയെറിഞ്ഞ് ഒരൊറ്റ ദിശയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ. എന്നാൽ ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവന് അവൻ്റെതായ ലോകം തീർത്തു കൊടുക്കലാണ്. ആ ലോകത്തിൽ അവൻ ചക്രവർത്തിയാകുന്നതിൻ്റെ പേരാണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ, OWN, അഥവാ ഈ പറയുന്ന ഓൺ വേൾഡ്, അവൻ്റെതായ ലോകം അവൻ തീർത്തു എന്നതാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട അപമാനിതനായി പോന്നിട്ടുള്ള ഒരു കുട്ടിയുടെ പേരാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പേര്. അവൻ്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. കാരണം അറിവിനേക്കാൾ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയായിരുന്നു. തൻ്റെ സ്വയം ലോകം തീർക്കുകയായിരുന്നു. സ്വയം ലോകം തീർത്തതുകൊണ്ടാണ് ആരും കണ്ടെത്താത്ത കണ്ടെത്തൽ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ആരോ കണ്ടെത്തിയതിന് ഐൻസ്റ്റീൻ പഠിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അതിനു മുമ്പ് പലരും കണ്ടെത്തിയതിനെ ബൈഹാർട്ടാക്കിയിട്ട് ഐൻസ്റ്റീൻ പഠിക്കണമായിരുന്നു. തൻ്റെതായ ലോകം തീർത്തതുകൊണ്ടാണ് സത്യത്തിൽ എന്താകുന്നത്? അവനവന്റെ ലോകത്തിൽ ചക്രവർത്തിയാകുന്നത്. 14ാമത്തെ വയസ്സിൽ പോളിടെക്നിക്കിന്റെ എൻട്രൻസ് എഴുതാൻ വേണ്ടി, ലോക പ്രശസ്തമായ ഒരു പോളിടെക്നിക്കിൽ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയി. 14ലോ 15ലോ. ആ സമയത്ത് അവിടുത്തെ ഇന്റർവ്യൂവിലും അവിടുത്തെ ടെസ്റ്റിലും പൊട്ടി. നിങ്ങൾക്കറിയാം ചരിത്രം. അന്ന് ഇന്റർവ്യൂവിൽ പാസ്സായ കേമന്മാരായ കുട്ടികളുണ്ട്. ആ കുട്ടികളെ ലോകം ഒരിക്കലും അറിഞ്ഞിട്ടേയില്ല. പക്ഷെ അന്ന് അവിടെ അഡ്മിഷൻ കിട്ടാതെ പൊട്ടിപ്പോയ കുട്ടിയെ പഠിക്കാതെ ഒരു കുട്ടിയും സ്കൂളിന്റെ പടിവിട്ടിറങ്ങുകയുമില്ല. അദ്ദേഹത്തിന്റെ പേരും കൂടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, എക്സാമിനേഷനിൽ പാസ്സാകുന്നവന്റെ പേരല്ല വിദ്യാർത്ഥി, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നവന്റെ പേരല്ല വിദ്യാർത്ഥി. നമ്മളൊക്കെ അങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ, അതിന്റെ ആൻസറുകൾ മുഴുവനും തലയിൽ കയറ്റി 2 മണിക്കൂർ കൊണ്ട് അത് പേപ്പറിലേക്ക് വിസർജിച്ചാൽ, അങ്ങനെ തന്നെ നമ്മൾ പ്രയോഗിക്കും. അത് അഴീക്കോടിന്റെ പ്രയോഗമാണ്, പേപ്പറിലേക്ക് വിസർജിക്കുക എന്ന്. ക്ഷമിക്കണം ആ പ്രയോഗം പ്രയോഗിക്കുന്നത് കൊണ്ട്. അങ്ങനെ പ്രയോഗിച്ചാൽ കിട്ടുന്നവന്റെ പേരാണ് A+കാരൻ. നേരെ മറിച്ച് ഇവിടെ ഏറ്റവും നല്ല സിംഗർക്ക് A+ ഇല്ല, ഏറ്റവും നല്ല ഫുട്ബോളർക്ക് A+ ഇല്ല, ഏറ്റവും നല്ല ഓർഗനൈസർക്ക്, ഞാനിപ്പോൾ ഹാരിസിനെ ഇവിടെ എടുത്തി പുകഴ്ത്തല്ല, ഏതോ ദിക്കിൽ കിടക്കുന്ന കാസർകോട്ടിലും തൃശ്ശൂരിലും അതേപോലെ തിരുവനന്തപുരത്തുമൊക്കെയായി മിഡ് കേരളയിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഈ തിരൂരിന്റെ ടൗൺ ഹാളിൽ ഇങ്ങനെ യോജിപ്പിച്ചതിന്റെ പേരാണ് ഓർഗനൈസിംഗ് കേപ്പബിലിറ്റി. അതുള്ള ആളുകൾക്ക് ഇവിടെ A+ ഇല്ല. ഇങ്ങനെ നിങ്ങളെ മുഴുവൻ നയിച്ചു കൊണ്ടുപോയി നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ പേരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അതുള്ളവർക്ക് ഇവിടെ A+ ഇല്ല. ഇതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ടീച്ചർക്ക് നേരെ കസേര എടുത്തുയർത്തി പിന്നീട് അവസാനം വീട്ടിലേക്ക് പതിതമായി വന്ന കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. അദ്ദേഹത്തിനും ഇവിടെ A+ ഇല്ല. 15ാമത്തെ വയസ്സിൽ സ്കൂൾ അവസാനിപ്പിക്കേണ്ടി വന്ന് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയ മഹാമനുഷ്യന്റെ പേരാണ്, ഇതുവരെ 10ാം ക്ലാസ് താണ്ടാത്ത മനുഷ്യന്റെ പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിനും ഇവിടെ A+ ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ കുറ്റപ്പെടുത്തല്ല എന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ ഇന്ത്യയിൽ അവർക്ക് സീറ്റില്ല. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന അമർത്യ സെന്നിനും ഡോക്ടർ മൻമോഹൻ സിംഗിനും ഇന്ത്യയിൽ ഒരു UPSC ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ? ട്രിനിറ്റി എന്ന് പറയുന്ന അപാരമായ ക്യാമ്പസിൽ പോയി പഠിച്ചു സർ ഐസക് ന്യൂട്ടന്റെ കൂട്ടത്തിൽ ഫോട്ടോ നിരത്തി വെച്ചവരുടെ പേരാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ ഡോക്ടർ അല്ലാമ ഇക്ബാലും. അവർക്കിവിടെ UPSC കിട്ടില്ല. കാരണം അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ചില ചിന്തകളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന എക്സാമിനേഷൻ എന്ന് നീറ്റിനെ നമ്മൾ പറയുന്നു. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്, മെഡിക്കൽ കോഴ്സ് കഴിയാനുള്ള. പക്ഷേ ആ നീറ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അതിന്റെ ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഓരോ കുട്ടിയും വിഭ്രാന്തിയിലാണ്. കാരണം തന്റെ മഫ്ത അഴിപ്പിക്കുമോ, തന്റെ കൈ പൊക്കുമോ, കാല് പൊക്കുമോ, തന്റെ പറയാൻ മടിയുണ്ടെങ്കിൽ പോലും അത് നടന്നതായതുകൊണ്ട് പറഞ്ഞോട്ടെ അടിവസ്ത്രം പോലും അഴിപ്പിക്കുമോ എന്ന ഭയത്തോടു കൂടിയാണ് നീറ്റിന്റെ അകത്തേക്ക് ആളുകൾ കയറുന്നത്, ഹാളിലേക്ക്. പക്ഷെ നീറ്റിനേക്കാൾ എത്രയോ ഉഗ്രമായ എക്സാമിനേഷൻസ് ഉണ്ട് ഈ ലോകത്തിൽ. അത് നമുക്ക് നമ്മുടെ സഹപാഠികളുടെ കൂടെ ഇരുന്ന് എഴുതാം, നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാം ആയിട്ട് എഴുതാം, നമുക്ക് ലൈബ്രറിയിൽ ഇരുന്നിട്ട് എഴുതാം, ടെക്സ്റ്റ് ബുക്കുകൾ മറിച്ചു വെച്ച് എഴുതാം.
ഒരിക്കലും കോപ്പി അടിക്കാൻ കഴിയില്ല. കാരണം ഈ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്, ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്. തന്നെയുമില്ല, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറെ അല്ല വരിക, കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മോണിറ്ററിൽ ക്വസ്റ്റ്യൻ വരും. 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാഞ്ഞു പോവുകയും ചെയ്യും. ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല. അങ്ങനെയും ലോകത്തിൽ എക്സാമിനേഷൻ ഉണ്ട്. ഈ നീറ്റിനേക്കാൾ എത്രയോ ഉയർന്ന എക്സാമിനേഷൻസ്. നമ്മൾ പഴയ രീതി തുടരുന്നത് കൊണ്ടാണ് കുട്ടി കൈ ഇവിടെ എഴുതിയിട്ടുണ്ടാവോ, കുട്ടി കാലിന്റെ അവിടെ എഴുതിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പ്രാചീനമായ സിസ്റ്റങ്ങളെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറ്റിവിടുന്നതിന്റെ പേരല്ല വിദ്യാഭ്യാസം. ആൾക്കൂട്ടത്തിൽ നിന്ന് അനീതിക്കെതിരെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥി എന്ന്. അതാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവനല്ല, പകരം 1000 ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കുന്നതിന് പകരം, അത് പഠിച്ചോളൂ നിങ്ങൾ, പകരം ആൾക്കൂട്ടത്തിൽ അനീതിക്കെതിരെ ഒരു ചോദ്യമെങ്കിലും ഉയർത്തുന്നവന്റെ പേരാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി. ആ ചോദ്യം ചെയ്യലിലേക്ക്, ചോദ്യത്തിന്റെ ഉത്തരം മാത്രം പഠിക്കുന്ന വെറും ഷണ്ഡീകരിക്കപ്പെട്ടതിൽ നിന്നും മാറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളായി നമ്മൾ എന്ന് മാറുന്നുവോ അന്ന് നമ്മൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അന്ന് മുതൽ വിദ്യാർത്ഥികളാണ്. അധ്യാപകനോടൊന്ന് സംസാരിച്ചാൽ ആ കുട്ടി അച്ചടക്കമില്ലാത്തവൻ, അധ്യാപകനോട് മറുചോദ്യം ചോദിച്ചാൽ ആ കുട്ടി വിവരം കെട്ടവൻ, അധ്യാപകനോട് എന്തെങ്കിലും എഴുന്നേറ്റിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ കുട്ടി ഒന്നിനും പറ്റാത്തവൻ, രക്ഷിതാക്കളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മിണ്ടാതിരിക്കുക എന്ന് കേൾക്കുന്നവൻ, അതല്ല വിദ്യാർത്ഥി. അവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അവന്റെ അവസാന നാൾ വരെ. അതാണ് വിദ്യാർത്ഥിത്വം, അതാണ് വിദ്യാർത്ഥിത്വം. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കണം അച്ചടക്കത്തോടെ. അച്ചടക്കം നിങ്ങൾ പഠിപ്പിച്ചോളൂ, അച്ചടക്കം നിങ്ങൾ പഠിപ്പിച്ചോളൂ. ഇവിടെ നിങ്ങളുടെ ക്യാപ്ഷന്റെ പേര് കൊടുത്തത് ശിക്ഷൻ എന്നാണ്, അല്ലേ? ശിക്ഷൻ അല്ലേ? ആ ക്യാപ്ഷനോടൊരു ചെറിയ വിയോജിപ്പ് അതും പറയണല്ലോ. നമുക്ക് ശിക്ഷ അറിയില്ല, നമുക്ക് ശിക്ഷണമേ അറിയൂ. അതിന്റെ പദമാണ് ശിക്ഷൻ. ശിക്ഷയില്ല നമുക്ക്, എന്തേ ഉള്ളൂ? ശിക്ഷണേ ഉള്ളൂ. ശിക്ഷണും ശിക്ഷയും രണ്ടും രണ്ടാണ്. നെഗറ്റീവായിട്ട് കൊടുക്കുന്നത് ശിക്ഷയാണ്, പോസിറ്റീവായിട്ട് നൽകുന്നത് ശിക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേര് ശിക്ഷൻ എന്നല്ലേ, ശിക്ഷണം എന്നല്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹാരിസ് ഭായ്, ശിക്ഷൻ എന്നല്ലേ? എന്ന് പറഞ്ഞാൽ ശിക്ഷണം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ശിക്ഷണത്തോടു കൂടി വളരണം. യമനിയമ എന്നാണ് അതിന് പറയുക. യമ എന്ന് പറഞ്ഞാൽ സ്വയമേ നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന നിയമങ്ങളെയാണ് യമ എന്ന് പറയുക. ഒരു പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവളോട് മോശമായി സംസാരിക്കരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന തോന്നലിനെയാണ് യമം എന്ന് പറയുന്നത്. അത് തോന്നാത്തവനിലേക്ക് നിയമം എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ടി വരും. നിർബന്ധ യമം, അതാണ് നിയമം. അപ്പൊ കുട്ടികളെ നിയമത്തിലൂടെ പഠിപ്പിക്കരുത്, കുട്ടികളെ യമത്തിലൂടെ പഠിപ്പിക്കണം. ഒന്നും കൂടി പറഞ്ഞാൽ ഇമ്പോസ് ചെയ്ത് പഠിപ്പിക്കരുത്, ഇൻസ്പയർ ചെയ്ത് പഠിപ്പിക്കണം. ഇൻസ്പിരേഷനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന 3-4 കുട്ടികൾ എന്നും പഠിക്കുന്നവരാ. എന്തുകൊണ്ട്? എല്ലാ ടീച്ചേഴ്സ് വന്നിട്ടും അവരെ ഇൻസ്പയർ ചെയ്യും. ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ഇങ്ങനെ തമ്പിംപ്രശം കൊടുക്കും. ഏത് ക്ലാസ് നിങ്ങൾ എടുത്തോ, ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ അത്യാവശ്യം പഠിക്കുന്നവരായിരിക്കും. അവർ കൊമ്പത്തുനിന്ന് വന്നവരല്ല. എല്ലാ അധ്യാപകരും പോയിട്ട് തമ്പ് കൊടുക്കുന്നത് അവരോടാണ്. പഠിച്ചോ മക്കളെ, എഴുതിയോ മക്കളെ, സ്വകാര്യതയിൽ ഒരു സംസാരമാണ്. എന്നിട്ട് അവർ ടീച്ചർ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവർ കൃത്യമായിട്ട് എഴുതി വരും. ഈ ടീച്ചേഴ്സ്, ഈ സയൻസിന്റെ ടീച്ചേഴ്സ് ഒന്ന് പിന്നാമ്പുറത്ത് പോയിട്ട് അവരുടെ ബെഞ്ച് കൂടി വന്ന് എത്തി നോക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇവരെക്കാൾ കൂടുതൽ ആ ബാക്കിൽ ബെഞ്ചിലിരുന്നവൻ പഠിക്കുമായിരുന്നേനെ. പക്ഷെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവർക്ക് കൊടുത്തില്ല. ലോകത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്നത് എന്ന് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നുണ്ടോ അന്നായിരിക്കും നമ്മൾ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക. കാരണം ബെഞ്ചും ഡെസ്കും ആകുമ്പോൾ ബാക്കും ഫ്രണ്ടും ഉണ്ടാകും. റൗണ്ട് ടേബിൾ ആണ് എല്ലായിടത്തും. ഞാൻ പോയിടത്ത് സഞ്ചരിച്ച സ്ഥലം ഓസ്ട്രേലിയ, UK, ഫിൻലാൻഡ്, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, എല്ലാ സ്ഥലങ്ങളിലും റൗണ്ട് ടേബിൾ ആണ്. കാരണം എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ഗണിക്കുന്നു, എല്ലാ കുട്ടികളെയും ഒന്നായിട്ട് കാണുന്നു. ഒരു കുട്ടിയെയും ബാക്കിലിരുത്തുകയില്ല, ഒരു കുട്ടിയെയും ഫ്രണ്ടിലിരുത്തുകയുമില്ല. ഫ്രണ്ടിലിരുത്തലും ഒരു മൂല്യമില്ലായ്മയാണ്. കാരണം ഫ്രണ്ടിൽ എല്ലാവരെയും നമുക്ക് ഇരുത്താൻ കഴിയില്ലല്ലോ. ഫ്രണ്ടിലിരുത്തലും ഒരു തെറ്റാണ്. കാരണം അതൊരു അനീതിയാണ്. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഫ്രണ്ടിലിരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? റൊട്ടേഷൻ, ബെഞ്ച് റൊട്ടേഷൻ എന്ന് പറയുന്ന സാധനമാണ്. ബെഞ്ച് റൊട്ടേഷനും തെറ്റാണ്. ഒരു ദിവസം ആ കുട്ടി ഫ്രണ്ടിലാകുന്നു, മറ്റൊരു ദിവസം ബാക്കിലാകുന്നു. അപ്പോഴും ആ കുട്ടിക്ക് ഇങ്ങനെ നിമ്നോന്നതങ്ങളായി മാറുന്നു. കുട്ടിക്ക് എന്നും ഫീൽ ചെയ്യണം എല്ലാവരും ഒന്നാണ് എന്ന്. നിങ്ങൾ ഫിന്നിഷ് സ്കൂൾ എടുത്തു നോക്കുക. ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നോ എക്സാമിനേഷൻ. 10ാം ക്ലാസ് വരെ പരീക്ഷയില്ല. അപ്പൊ നമുക്ക് തോന്നും നന്നായിട്ട് അവിടെ പോയി പഠിച്ചാൽ മതിയല്ലോ.
ലോകത്തിലെ ഏറ്റവും ടോപ്പ് സിസ്റ്റത്തിൽ 10ാം ക്ലാസ് വരെ പരീക്ഷയില്ല. കാരണം എന്താണെന്നറിയോ? കാരണം പരീക്ഷ 10ാം ക്ലാസ് വരെ ഉണ്ടായാൽ ആ കുട്ടി നാരോ മൈൻഡഡ് ആകുമെന്നാണ് ഫിൻലാൻഡിന്റെ വിശ്വാസം. കാരണം ആ കുട്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പഠിച്ചു മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടിയായി മാറും. 10ാം തരം വരെ വൈഡനിങ് ആയി ബ്രോഡനിങ് ആയി ഒരുപാട് കാലം ആ കുട്ടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ ആക്ടിവിറ്റികളും കൊടുക്കും. ആ ആക്ടിവിറ്റികൾക്കൊക്കെ പാടെ പരീക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ 50 or 100 പരീക്ഷ എഴുതേണ്ടി വരും ആ കുട്ടി. അതുകൊണ്ട് പരീക്ഷയില്ല. നോ കമ്പാരിസൺ. ഒരിക്കൽ ആ കുട്ടി അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ എന്നുള്ള കമ്പാരിസണേ ഇല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആസിഫ്. അദ്ദേഹം എന്നോടൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ സ്കൂളിലേക്കല്ലേ പോകുന്നത്, സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് ആയതുകൊണ്ട്, അതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിന് നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയണം. അതെന്തെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരുന്നു. ചെറിയ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി മനോഹരമായിട്ട് അവൾ സ്വന്തമായിട്ട് അത് ചെയ്തപ്പോ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ കുട്ടി അധ്വാനിച്ച് ചെയ്തതാണ്. ഒരു മാഡം, ആ മാഡം ആകരുത് നമ്മൾ, സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ തരത്തിലുള്ള ഒരു മാഡമായി നമ്മൾ മാറരുത്. ഒരു മാഡം എല്ലാ കുട്ടികളുടേതും ശരിയിട്ട് 100ൽ 100 മാർക്ക് കൊടുത്ത്, എന്നിട്ട് ഈ പാവം കുട്ടിയുടേത് ആൾക്കൂട്ടത്തിൽ എടുത്ത് ഉയർത്തിയിട്ട്. ഫിനിഷ് സ്കൂൾ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും മാതൃകാപരമായി ശിക്ഷിക്കരുത് എന്നാണ്. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ ശിക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് മാതൃകയാകുമെങ്കിലും ആ കുട്ടി പിന്നീട് സൂയിസൈഡിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെയും ശിക്ഷിക്കരുത്. ഒറ്റയ്ക്ക് ശിക്ഷിക്കാവൂ. ശിക്ഷയുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ അപ്പം തന്നെ സോൾവ് ചെയ്യും വേണം. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരിക്കലും ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെയും വഴക്ക് പറയരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്. മറ്റെല്ലാ ആളുകളും ഒന്ന് ക്ഷമിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വാക്കാണ്. ആൾക്കൂട്ടത്തിൽ വെച്ച് നീ ഒരാളെ വളരെ വിഷമിപ്പിക്കുകയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നത് ആൾക്കൂട്ടത്തിൽ വെച്ചൊരാളെ വിവസ്ത്രമാക്കുകയും എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ വസ്ത്രം തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെ വിവസ്ത്രനാക്കി, വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി, എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സോറി ട്ടോ ഞാൻ അഴിച്ചതിൽ എന്ന് പറയുന്നത് പോലെയാണ് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെ വിഷമിപ്പിക്കുകയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാപ്പ് പറയുകയും ചെയ്യുക എന്നത്. അങ്ങനെ ഇദ്ദേഹം പറയാണ്, ഈ കുട്ടിയുടേത് മാത്രം എടുത്തിട്ട് മാഡം ഉയർത്തിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഇവൾ ചെയ്തത്, നിങ്ങളെല്ലാം നന്നായി ചെയ്തു, ഈ കുട്ടിക്ക് എന്തു പറ്റി? അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തുകൂടെ പോകാത്തൊരു പാവം ടീച്ചർ. പാവം എന്നവരെ വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ബാക്കിയുള്ളവർക്കെല്ലാം പാരൻസ് ചെയ്തു കൊടുത്തതാണ്. അതിമനോഹരമായി കളറിംഗ് പാരൻസ് ചെയ്തു കൊടുത്തതാണ്. നല്ല ലെറ്റേഴ്സ് വടിവത്ത രീതിയിൽ എഴുതി കൊടുത്തത് പാരൻസ് ആണ്. ഈ പാവം കുട്ടിയുടെ പിതാവ് നല്ലൊരു അധ്യാപകൻ കൂടിയായതുകൊണ്ട് കുട്ടി ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് ശാഠ്യം പിടിച്ച് ആ പാവം കുട്ടി കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്തപ്പോ ഈ മാഡത്തിന് അത് സഹിച്ചില്ല. സത്യത്തിൽ ആർക്കാ അവാർഡ് കൊടുക്കേണ്ടെന്നറിയോ? നിങ്ങളൊക്കെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കല്ല ഇന്ന് മാർക്കുള്ളത്, ഒറ്റയ്ക്ക് ചെയ്ത ഇവൾക്കാണ് എന്നാണ് നിങ്ങളെന്ന ടീച്ചർ അന്ന് അവിടെ അവാർഡ് കൊടുക്കേണ്ടത്. നിങ്ങളതായിരിക്കണം. ഓരോ കുട്ടിയെയും അങ്ങനെ ഉയർത്തിക്കൊണ്ടേ വരണം. ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഒരു കുട്ടിയുടെ കഴിവ് വ്യത്യസ്തമാണ്. അതാണ് ഓൺ വേൾഡ്, OWN, ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ, സ്വയം ലോക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതാണ് ഒരു കുട്ടി അവന്റെ ലോകത്തിലെ ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയെ നമ്മൾ കണ്ടെത്തണം. ആ ചക്രവർത്തി ആ പൊസിഷനിൽ ഇരുത്താൻ നമുക്ക് പറ്റണം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 പേരും അവരവരുടെ ലോകത്തിലെ രാജാക്കന്മാരാണ്. അവരവരുടെ ലോകത്തിലെ ഏത് ഉന്നതനായ കുട്ടിക്കും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ആര് പറഞ്ഞു കുട്ടി നന്നായിട്ട് പഠിക്കും? നന്നായിട്ട് പഠിക്കുക എന്നത് അല്ലല്ലോ വിദ്യാഭ്യാസം. അതൊക്കെ തെറ്റായ നമ്മുടെ ധാരണയാണ്. നന്നായി പഠിക്കും, അതിന് മെമ്മറൈസിങ് ലൈൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നാ പറയാ. കുട്ടിയെല്ലാം ബൈഹാർട്ടാക്കിയിരിക്കുന്നു എന്നാണ്. മെമ്മറൈസിങ് മോഡലാണ്. ആ മെമ്മറൈസിങ് മോഡൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്കിൽ ഡെവലപ്മെന്റിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുക. സ്കിൽ ഡെവലപ്മെന്റ്. അതിനേക്കാൾ അതിന്റെ അപ്പുറത്ത് പിന്നെയുമുണ്ട് സോഷ്യോ ഡെവലപ്മെന്റ്, അതിന്റെ അപ്പുറത്തേക്ക് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അതിന്റെ അപ്പുറത്തേക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇങ്ങനെ വ്യത്യസ്തമായ ഡെവലപ്മെന്റിലൂടെ ഒരു കുട്ടിയെ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നാണോ അന്നാണ് നമ്മൾ നല്ലൊരു ടീച്ചർ ആവുക. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. 5000 രൂപ തരാം നിങ്ങൾക്ക്. ഞാൻ വെറുതെ പറയല്ല, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരും, ഹാരിസ് ഭായിന്റെ അടുത്ത് നിന്നല്ല. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? ഒന്ന് പറഞ്ഞാട്ടെ, ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ, ഒന്ന് ഉറക്കെ പറഞ്ഞോ. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതിന്റെ മുമ്പ് 3-4 വരികളുണ്ട്. ആ വരി നല്ല രീതിയിൽ ഇവിടെ ഉച്ചരിക്കുന്നവർക്ക് നല്ല ഉഷാറായിട്ട്, അതിന്റെ തൊട്ട് മുമ്പുള്ള 3 വരി
ഉച്ചരിക്കുന്നവർക്ക് ഇപ്പൊ 5000 രൂപ തരും. ആർക്കും പറയാം. ഞാൻ ഏകദേശം 1200 കുട്ടികളോടായി ചോദിക്കുന്നത്, ടീച്ചേഴ്സിനോടായി ചോദിക്കുന്നത്. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് പറയുന്നതിന്റെ ദയവേത് ഗൂഗിൾ ചെയ്ത് നോക്കരുത് കേട്ടോ. അപ്പൊ 5000 കണ്ടു തരേണ്ടി വരും. അതിന്റെ ആദ്യത്തെ 3 വരികൾ എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ. പറഞ്ഞോളൂ. അല്ലല്ല അതല്ല, എന്നാലും പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചല്ലോ. ഒന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. എപ്പോ നിങ്ങൾ ഏറ്റവും നന്നായി വർത്തമാനം പറഞ്ഞ്, ഏറ്റവും നന്നായി കുസൃതി കളിച്ച്, ഏറ്റവും നന്നായി ക്ലാസ്സിൽ അലമ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ ചെറുക്കായിട്ടൊക്കെ ഇങ്ങനെ ഉന്തി നടക്കുന്ന കുട്ടിയുണ്ടോ, അവനെ രാജാവാക്കി എടുക്കണം. കാരണം അവൻ രാജാവാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ നടക്കുന്നത്. അവനെ ഒതുക്കി തീർക്കല്ലേ, അവനെ ഒതുക്കല്ലേ നിങ്ങൾ. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് അവൻ അച്ചടക്കത്തിന്റെ വാതായനത്തിലേക്ക് കൊണ്ടുവരല്ലേ. കാരണം അവൻ കുറെ കഴിഞ്ഞാൽ സോഷ്യൽ റാപ്പോ ഉള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ സ്കില്ലുള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ അനലിറ്റിക്കൽ റീസണിംഗ് ഉള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് സ്കില്ലുള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള കുട്ടിയാണ്, കുറെ കഴിഞ്ഞാൽ അതിനുമപ്പുറം സ്ട്രാറ്റജിക്കൽ തോട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയാണ് ഒതുക്കി 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 വെറും മെമ്മറൈസിംഗിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത്, വെറും ബൈഹാർട്ട് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത്. നചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന ചഭാരകാരി വ്യയേ കൃതേ വർധനേവ നിത്യം. വിദ്യാധനം സർവധനാൽ പ്രധാനം. 5000 ഉറുപ്പ്യ ആകുമ്പോ അതിന്റെ ഒരു കട്ടിയൊക്കെ ഉണ്ടാവും. നചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന ചഭാരകാരി വ്യയേ കൃതേ വർധനേവ നിത്യം. എന്താ അത് പറഞ്ഞതിന്റെ അർത്ഥം? നചൗരഹാര്യം, ഒരിക്കലും കള്ളൻ കട്ടുകൊണ്ടുപോവുകയില്ല. തസ്കരനാൽ മോഷ്ടിക്കാവതല്ല. ഒരിക്കലും നമ്മളിൽ നിന്ന് എഡ്യൂക്കേഷൻ കൊണ്ടുപോവുകയില്ല ആരും. കുട്ടിക്ക് ജന്മന ജനിപ്പിച്ചവനാരോ പ്രപഞ്ചത്തിന്റെ നാഥനാരോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ അത് കണ്ടെത്തിയാൽ മതി. ഈ ലോകത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ്, ഈ പ്രപഞ്ചത്തെ കണ്ടെത്തിയതാണ്. ഇതേപോലെ തന്നെ അമേരിക്ക കണ്ടെത്തിയതാണ്, ഇന്ത്യയെ കണ്ടെത്തിയതാണ്, ഇവിടുത്തെ മണ്ണിനെ കണ്ടെത്തിയതാണ്, സ്വർണം കണ്ടെത്തിയതാണ്, ഈ കാണുന്നതെല്ലാം കണ്ടെത്തിയതാണ്. ഒരു കുട്ടിക്ക് കഴിവ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ആ കുട്ടിയുടെ കഴിവിനെ കണ്ടെത്തിയാൽ മതി, ലോകം മുഴുവനും കണ്ടെത്തിയാൽ മതി. കുട്ടിയെ കണ്ടെത്തുക എന്നതാണ്. ആ കുട്ടിയെ കണ്ടെത്തുക, ആ കുട്ടിയുടെ ഉള്ളിലെ കഴിവിനെ കണ്ടെത്തുക. നചൗരഹാര്യം, അതൊരിക്കലും ഒരു കള്ളനും കട്ടുകൊണ്ടുപോയിട്ടില്ല. നഭ്രാതൃഭാജ്യം, അവന്റെ സഹോദരൻ അത് വിഭജിച്ചിട്ടുമില്ല. നഭ്രാതൃഭാജ്യം, ഒരിക്കലും വിഭജിക്കാവതല്ല. നചഭാരകാരി, അവന്റെ ശരീരത്തിനത് ആകാരമല്ല, അത് ഭാരവുമല്ല. പിന്നെയോ ഭാരമല്ല, പിന്നെയോ നചഭാരകാരി വ്യയേ കൃതേ വർധനേവ നിത്യം. വ്യയം ചെയ്യും തോറും അത് നിത്യേന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാധനം, അതാണ് വിദ്യ എന്ന ധനം, സർവധനാൽ പ്രധാനമെന്നാണ്. അതുകൊണ്ടൊരു കുട്ടിയിൽ അതുണ്ട്, ഒരു കുട്ടിയിൽ അതുണ്ട്. കുഞ്ഞുനാള് മുതലേ ആ കുട്ടി ഇങ്ങനെ പഠിച്ചേച്ചു വരിക. നമ്മൾ അധ്യാപകരാണ്, ഞാനും ഒരു അധ്യാപകനായതുകൊണ്ട് പറഞ്ഞോട്ടെ. ഇവിടെ MESന്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്നു. MESന്റെ സെൻട്രൽ ലെവലിലുള്ള കേരളത്തിലെ ടോട്ടൽ പ്രിൻസിപ്പൽമാർക്ക് ഈ കൊല്ലത്തിലും ഞാൻ തന്നെയായിരുന്നു ട്രെയിനിങ് കൊടുത്തത്. ഞാൻ അവകാശപ്പെടുകയല്ല, അവരോട് ഞാനത് പറഞ്ഞു. എന്ന് വെച്ചാൽ ഓരോ കുട്ടിയും കുട്ടിക്കാലം മുതൽ അവന്റെ ഉള്ളിൽ ഈ കഴിവുകളുണ്ട്. ആചാര്യാൽ പാദം അത്രേ പാദം ശിഷ്യ സ്വമേധയ പാദം ബ്രഹ്മാചാരഭ്യ പാദം കാലക്രമേണതു എന്നാണ്. ഓരോ കുട്ടിയും ആചാര്യന്മാരിൽ നിന്ന്, നമ്മളെന്ന ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുന്നത് കാൽഭാഗം മാത്രമാണ്. ആചാര്യാൽ പാദമത്രേ പാദം ശിഷ്യ സ്വമേധയ, ശിഷ്യൻ സ്വയമാണ് കാൽഭാഗം പഠിക്കുന്നത്. പാദം ബ്രഹ്മചാരഭ്യ, ബ്രഹ്മാവിന്റെ ചരാചരങ്ങളിൽ നിന്നുമാണ് കാൽഭാഗം പഠിക്കുന്നത്. പാദം കാലക്രമേണതു, കാലക്രമേണ കൊണ്ടാണ് അവൻ കാൽഭാഗം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പാവമായി വരുന്ന കുട്ടികളെ ദയവ് ചെയ്ത് തള്ളി മാറ്റല്ലേ. സ്കൂളിലേക്ക് പോകുമ്പോ ഉയരമില്ലാത്തതിന്റെ പേരിൽ പാവം ഒരു കുട്ടി വന്നിട്ട് അമ്മൂമ്മയോട് പറയാണ് എന്ത് ഗ്രാൻഡ്മ, എന്നെ കുട്ടികൾ വിളിക്കുന്ന പേര് ദ ഷോർട്ട് ലെഗർ എന്നാണ്, കുഞ്ഞിക്കാലൻ എന്നാണ്. സ്കൂളിലേക്ക് പോകാൻ എനിക്ക് മടിയുണ്ട് എന്ന് അന്ന് തലയിൽ തലോടിക്കൊണ്ട് ആ അമ്മൂമ്മ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, കുട്ടിയുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇന്നും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ മഹാരഥന്റെ പേര് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നാണ്. ഇവിടെ എഡ്യൂക്കേഷൻ കുറവാണ്, പക്ഷേ സ്കിൽസ് അപാരമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആള് 10ാം ക്ലാസ്, അദ്ദേഹം തന്നെ വെറുതെ ചിരിച്ചുകൊണ്ടൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്,
ഞാൻ 10ാം ക്ലാസ് പാസ്സായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് ക്രിക്കറ്റിൽ സച്ചിൻ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. അതിന്റെ അർത്ഥം 10ാം ക്ലാസ് പാസ്സാകണ്ടെന്നൊന്നുമല്ല കേട്ടോ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്. ടീച്ചേഴ്സിനോട് സ്റ്റീവ് ജോബ്സ്, ദ ആപ്പിളിന്റെ അതിന്റെ മഹാരഥനായ ഫൗണ്ടർ, അദ്ദേഹം ലാസ്റ്റ് സ്പീച്ച് ഓഫ് സ്റ്റീവ് ജോബ്സ് എടുത്തു നോക്ക് നിങ്ങൾ. അദ്ദേഹം സംസാരിച്ച സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ കുട്ടികളോട് മൊബൈൽ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആപ്പിൾ എന്ന് പറയുന്ന ഇതിൽ അത്ഭുതകരമായ ആശയങ്ങൾ വന്ന് എന്റെ ഈ തല പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. ഐഡിയാസ് കൊണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കും ഒരു പക്ഷേ. എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ +2 പൂർത്തിയാക്കാത്ത ആളാണ്. നിങ്ങൾ ആ സ്പീച്ച് ഒന്ന് കേട്ടു നോക്ക്. അദ്ദേഹം +2 പൂർത്തിയാക്കിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതിമനോഹരമായി കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ഥാപകന്റെ പേരാണ് സ്റ്റീവ് ജോബ്സ്. ലോകത്തിൽ 24 വർഷം എന്നും ലോകത്തിലെ ഏറ്റവും ലോകസമ്പന്നനായി മാറുകയും ഒരുപാട് ആൾക്ക് ഉപകാരവും ചെയ്യുകയും ചെയ്ത ബിൽ ഗേറ്റ്സ് നിങ്ങൾ എടുത്തു നോക്ക്, +2 പൂർത്തിയാക്കാത്ത ആളാണ്. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ കൊടയിൽ നിന്നതിന്റെ പേരിൽ അവൻ വെളുത്തവനും ഇയാൾ കറുത്തവനുമായതുകൊണ്ട് കൈകൊണ്ട് തള്ളി മാറ്റി. ചളിവെള്ളത്തിൽ വീണപ്പോ അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഈ വെള്ളക്കാരൻ കുട്ടി ഒരു അടിയടിച്ചു. ആ ഒറ്റ അടിയുടെ പേരിൽ എല്ലാ വെള്ളക്കാരും കൂടി ഈ പാവം കറുത്ത കുട്ടിയെ ആകെ തച്ചു തകർത്തു. അന്ന് മുതലാണ് എനിക്ക് ഇടിക്കൂട്ടിലെ വീരനാകണമെന്ന് അന്ന് മുഹമ്മദ് അലി ക്ലേ എന്ന് പറയുന്ന മഹാമനുഷ്യൻ ചിന്തിക്കുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള തർക്ക വിതർക്കത്തിൽ നിന്നുമാണ് സത്യത്തിൽ മുഹമ്മദ് അലി ക്ലേ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് എഡ്യൂക്കേഷനേക്കാൾ അപ്പുറത്ത് കഴിവുള്ള മക്കളെ വാർത്തെടുക്കലാണ്. ഇതിന്റെ അർത്ഥം എഡ്യൂക്കേഷൻ വേണ്ടെന്നല്ല, A+ കൊടുക്കേണ്ടെന്നല്ല. ഹൗ ടു ഗെറ്റ് A+ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എല്ലാവരെ കൊണ്ട് A+ എടുപ്പിച്ചോ. പക്ഷെ അതിനും അപ്പുറത്താണ് ഒരു കുട്ടിയുടെ സ്കില്ലുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്കില്ലിലേക്ക് പോകാം. മോണ്ടിസോറി സിസ്റ്റം അതാണ്. ഇവിടെ മോണ്ടിസോറി പഠിച്ച കുട്ടികളൊക്കെ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഏകദേശം എല്ലാവരും മോണ്ടിസോറി തന്നെയാണ്. കുറച്ചാളുകൾ അതിൽ നിന്ന് വിപരീതമുള്ളൂ എന്ന് തോന്നുന്നു. മോണ്ടിസോറിയെ കുറിച്ചും ഞാൻ പറഞ്ഞോട്ടെ. അതിൽ പുതിയ റിസർച്ച് ഒക്കെ വന്നിട്ടുണ്ട്. മോണ്ടിസോറി ഒരു പാവം പെണ്ണ് കണ്ടെത്തിയതാണ്. പേര് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, മരിയാം മോണ്ടിസോറി. അവരുടെ പേരിലാണ് മോണ്ടിസോറി സിസ്റ്റം അറിയപ്പെടുന്നത്. അവര് മരിച്ചിട്ട് തന്നെ ഏകദേശം 60-70 വർഷമായി. ആ സിസ്റ്റം ഇനിയും ഡെവലപ്പ് ചെയ്ത് മുന്നേറുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ നാട്ടിലെ, ഇതൊരു അവകാശവാദമൊന്നും അല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അതിനെ മോശമാക്കുന്നില്ല, അത് കുറച്ചൊക്കെ താഴെയാണ് എന്നത് കണ്ടതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ഫിൻലാൻഡിലേക്ക് യാത്ര തിരിച്ചത്. കേരളത്തിൽ ഫിനിഷ് സ്കൂൾ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി, ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റം കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തിയത്. അവിടെ പോയപ്പോൾ അതിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങട്ടെത്താൻ ഇനിയും കേരളം 50 കൊല്ലം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഞാൻ ഫിൻലാൻഡിനെ ഇങ്ങനെ ഉയർത്തി പറയല്ല, പക്ഷേ നമ്മൾ അറിയണം, കമ്പാരിസൺ ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ മക്കൾ ഡോക്ടേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ മക്കളെ കമ്പാരിസൺ ചെയ്യുന്ന പാരന്റ്സാണ്. ആദ്യം പാരന്റ്സ്, ഞങ്ങളെപ്പോലുള്ള പാരന്റ്സിനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം പാരന്റ്സ് പറയുന്നതൊന്നും ടീച്ചേഴ്സ് പറയുന്നത് മറ്റൊന്നും ആയാൽ കോൺട്രാഡിക്ഷൻ വളരെ ശക്തമായിരിക്കും. കാരണം കുട്ടികൾക്ക് എപ്പോഴും പാരന്റ്സിനോടൊരു അപ്രമാദിത്വം ഉണ്ടാകും. അതുകൊണ്ട് പാരന്റ്സിനെ കൗൺസിലിംഗ് ചെയ്ത് നേരാക്കാനും കൂടി നമുക്ക് പറ്റണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും സ്വന്തമായി ലോകമുണ്ടെന്നും ആ ലോകത്തിൽ ശ്രദ്ധിക്കണേ, 4 ഭാഗമാണ് നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്നും നമ്മുടെ ജോർജ് കുളങ്ങര പറയുന്നുണ്ട്. അദ്ദേഹം ഗുരുകുലം എന്ന് പറയുന്ന സ്കൂൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം ആ സ്കൂൾ സിസ്റ്റം കൊണ്ടുവന്നത് ഫിൻലാൻഡിലെ സിസ്റ്റം കണ്ടിട്ടാണ്. ആ കുട്ടിക്ക് ഫിനിഷ് സ്കൂൾ സിസ്റ്റത്തിൽ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട്, ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ട്, ഇമോഷണൽ ഗ്രോത്ത് ഉണ്ട്, ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷനാണ്. അതെന്തിനാ അവിടെ പറയുന്നത് എന്നുള്ളതാണ്. സ്പിരിച്വൽ പറയുമ്പോഴേ, കാരണം അതിന് മതപരമായ മൂല്യമല്ലേ. എന്താ സ്പിരിച്വൽ? സ്പിരിച്വൽ എന്നത് അവിടെ പറയുന്ന കാര്യം 3 എണ്ണമാണ്. 1, മേക്ക് ഐഡന്റിറ്റി. ഓരോ ആളുകളുടെയും ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഓരോ കുട്ടിക്കും ഐഡന്റിറ്റി. 2ാമത് പറയുന്നത് ക്യാരക്ടർ, എൻഷുവർ ദ ക്യാരക്ടർ. ക്യാരക്ടർഷിപ്പ് എന്ന് പറയുന്ന സാധനം, നല്ല സ്വഭാവമുള്ള കുട്ടി, അത് ഉണ്ടാക്കിയെടുക്കുക. അത് സാധാരണ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടില്ല. നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയിലും ഫിസിക്സിലും സുവോളജിയിലും ബോട്ടണിയിലും അനാട്ടമിയിലും ഒക്കെ ഈ പറയുന്ന രീതിയിൽ ഒരു ക്യാരക്ടറിനെ വാർത്തെടുക്കലുണ്ടോ? ഇല്ലല്ലോ. തന്നെയുമല്ല ലിറ്ററേച്ചറിലേക്ക് കടന്നു പോയാൽ, ഞാനതിനെ വിമർശിക്കല്ല, ചെറുപ്പം മുതൽ ലിറ്ററേച്ചർ വായിക്കുന്ന ഒരാളെന്ന് നിനക്ക് പറയാം. അതിൽ കോമഡിയും ട്രാജഡിയും കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയും ഒക്കെ നമ്മൾ വായിച്ചാലും, ഷേക്സ്പിയറെയും ലിയോ ടോൾസ്റ്റോയും കീൽസും ഷെല്ലിയും ഗഥയും വില്യം വേർഡ്സ്വർത്തും എല്ലാവരും നമ്മൾ വായിച്ചാലും
അതിലൊക്കെ കോൺട്രാഡിക്ഷൻസ് നമ്മൾ കാണും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയും? കോൺട്രാഡിക്ഷൻസ് കാണും. എന്താ കാണുക? ഇപ്പൊ മാർക്ക് ആന്റണിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ആണോ അല്ലേ? ഇതിൽ ജൂലിയസ് സീസർ വായിച്ചവർ ആരൊക്കെയാണ്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ആരുമില്ലേ? ടീച്ചേഴ്സ് നല്ലോണം വായിക്കണം കേട്ടോ. ആ പഴയ സാധനം മാത്രം ഇങ്ങനെ വായിച്ചിരുന്നാലൊന്നും കാര്യം നടക്കൂല. ജൂലിയസ് സീസറെ വായിച്ചവർക്കറിയാം മാർക്ക് ആന്റണിയാണ് അതിൽ ഏറ്റവും വലിയ ഹീറോ, ഉറപ്പാണ്. പക്ഷേ ക്ലിയോപാട്ര വായിച്ചവർ എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ക്ലിയോപാട്ര വായിച്ചവരാരും കാണുന്നില്ല. ക്ലിയോപാട്ര വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, ഇതേ മാർക്ക് ആന്റണി തന്റെ ഏകദേശം 20 മിനിറ്റിലെ പ്രഭാഷണത്തിലൂടെ ജൂലിയസ് സീസറെ കൊന്ന ബ്രൂട്ടസിനെതിരെ ആയിരക്കണക്കിന് ആളുകളെ തയ്യാറാക്കി ലോകത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനായി ദ മാർക്ക് ആന്റണി സ്പീച്ച്. ഒരാൾ നല്ല പ്രസംഗം നടത്തിയാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മാർക്ക് ആന്റണി സ്പീച്ച് എന്നാണ്. അതിമനോഹരമായി നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോയായി നിന്ന മാർക്ക് ആന്റണി ക്ലിയോപാട്ര എന്ന് പറയുന്ന നോവലിൽ ക്ലിയോപാട്ര എന്ന് പറയുന്ന സുന്ദരിയായ പെൺകുട്ടിയെ പ്രണയിച്ച് അവസാനം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അതേ മാർക്ക് ആന്റണിയെ നമുക്ക് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. ലിറ്ററേച്ചർ അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ക്ലിയോപാട്രയെ ലഭിക്കാത്തതിൽ ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവരുടെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, ജൂലിയസ് സീസറിന്റെ ശവകുടീരത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയും അവിടെ അതിന്റെ എല്ലാ ലിറ്ററേച്ചറും എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയോപാട്ര എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, അതേപോലെ മാർക്ക് ആന്റണി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഞാൻ പറയുന്നത്, ഒരു സ്ഥലത്ത് ഹീറോയായ മാർക്ക് ആന്റണി മറ്റൊരു സ്ഥലത്ത് സീറോയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ പോലും നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള വല്ലാത്തൊരു ഡെലേമ നമുക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് സ്പിരിച്വൽ മോഡിലൂടെ കുട്ടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇതാ നാനാ രീതിയിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഈ രാജ്യത്ത് എന്നും സ്നേഹത്തോടു കൂടി പോകണമെന്നും മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്ത് 700 കോടി ജനങ്ങൾക്കും ഈ ലോകത്തിൽ ഒരു ഇടമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മുസൽമാനും ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് ഓം സഹനാഭവതു എന്ന് പറയുന്ന ഒരു ഹൈന്ദവനും എല്ലാം ഉണ്ടാകുമ്പോഴാണ് സ്പിരിച്വലി നമ്മൾ പെർഫെക്റ്റ് ആകുന്നത്. അവിടെ മഫ്തയിട്ട ഒരാളെ വേറെ രീതിയിൽ നോക്കുകയും പൊട്ടിട്ട ഒരാളെ വേറെ രീതിയിൽ നോക്കുകയും മൊന്തയിട്ട ആളെ വേറെ രീതിയിൽ നോക്കുകയും കൊന്തയിട്ട ആളെ വേറെ രീതിയിൽ നോക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകരുത്. എല്ലാവരും മനുഷ്യരാണ്. ആ അവസ്ഥയിൽ നമ്മൾ കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. മനോഹരമായ ഒരു ലോകത്തിലേക്ക് അവരെ എത്തിക്കണം. അവന്റെ ഇപ്പുറത്ത് ആരായിരുന്നോട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എൻ്റെ മകൻ നാളെ ഒരു UK-യിലുള്ള ഒരു അടിപൊളി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാൻ. അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്, സാധാരണ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ പോവാറുണ്ട്. അവിടുത്തെല്ലാം കിട്ടി പോവാൻ. അപ്പൊ അവന്റെ കൂട്ടത്തിൽ പഠിക്കാനിരിക്കുന്നത് 148 രാജ്യത്തിലെ കുട്ടികളാണ്. 148. ഏതൊക്കെ മതക്കാർ, ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ ദേശക്കാർ, ഏതൊക്കെ രാജ്യക്കാർ അറിയില്ല. ആ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തത് ആകെ 3 ഇന്ത്യൻസ് ആണത്രേ. 3 ഇന്ത്യൻസ്. അതാണ് എനിക്ക് കിട്ടിയ കണക്ക് അവന്റെ കോഴ്സിന്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരെയും നമ്മൾ കാണേണ്ടി വരും. നമ്മൾ സുജൂദിലാണെങ്കിലും എല്ലാവരെയും നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ ആ നല്ല രീതിയിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കേണ്ടി വരും. നമ്മൾ ഏറ്റവും നല്ല മനോഹരമായിട്ട് കുരിശിട്ട് നടക്കുകയാണെങ്കിലും ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതെ നമ്മുടെ മുമ്പിലൂടെ ഒരു കുട്ടിയും കടന്നു പോകരുത്. വർഗീയപരമായ ഒരു ചിന്തയിലൂടെ ഒരു കുട്ടിയും ഈ ടീച്ചേഴ്സിന്റെ മുമ്പിലൂടെ കടന്നു പോകരുത്. ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനത് വെക്കുകയാണ്. കാരണം എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് ഈ ലോകത്തെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നമ്പർ 2, ഇമോഷണൽ സ്റ്റാറ്റസ്. അതിമനോഹരമായി ആളുകളോട് എങ്ങനെ പെരുമാറണം. നമ്മളെ നാട്ടിൽ അതില്ല. നമ്മളെ നാട്ടില് ഞാൻ യൂറോപ്പിനെ മുന്തിക്കല്ല കേട്ടോ, ഒരു കുപ്പി വെള്ളം എങ്ങനെ തുറക്കണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെ അത് അകത്തേക്ക് കൊണ്ടുപോകണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കും. ഇറക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ ശബ്ദമില്ലാതെ ഇറക്കേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് അയൽവാസി വീട്ടിലേക്ക് വരുമ്പോൾ അതിമനോഹരമായി ഡീൽ ചെയ്യേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് സൊസൈറ്റിയോട് പെരുമാറേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് ബസ് കയറേണ്ടത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കും. എങ്ങനെയാണ് ട്രെയിനിൽ സഞ്ചരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കും. എങ്ങനെയാണ് ട്രാഫിക് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് അയൽവാസിയുടെ വീട്ടിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ഫംഗ്ഷന് പങ്കെടുക്കേണ്ടത് എന്നും പഠിപ്പിക്കും. അങ്ങനെ എല്ലാ രീതിയിലുള്ള പഠിപ്പും കഴിഞ്ഞിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. നമ്മൾ പറയും ഇംഗ്ലീഷുകാർ നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റാണ്, എല്ലാവരും ഒരേ അച്ചാണ്. ഇതൊക്കെ അവർ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടാണ് വരുന്നത്. നമ്മളെ നാട്ടിൽ സ്കൂളിൽ എങ്ങനെ പോകേണ്ടതെന്ന് പഠിപ്പിക്കാത്തതുകൊണ്ട് എന്നും അടി നടക്കുന്നു. ബസ്സിലൂടെ എങ്ങനെ പോകേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല. ട്രാഫിക് റൂൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം.
അപ്പൊ ഇമോഷണൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആളുകളോട് എത്ര മനോഹരമായി നമ്മൾ പെരുമാറണം, ആളുകളോട് എത്ര സുന്ദരമായി നമ്മൾ ഇടപെടണം. അങ്ങനെ ചുരുക്കത്തിൽ ആളുകളോടും സമൂഹത്തോടും മനുഷ്യരോടും മൃഗത്തോടും എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ടത് എന്ന്, ഒരു പൂച്ചയെ കിട്ടുമ്പോൾ എങ്ങനെ തലോടണമെന്ന്, ഒരു നായക്കുട്ടിയെ കാണുമ്പോൾ എങ്ങനെ ചൊട്ടണമെന്ന്, ഇതെല്ലാം എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ അതില്ലാതെ പോയി. പിന്നെ ഒന്ന് ആ കുട്ടിയുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അതിമനോഹരമായി ഇന്റലക്ച്വൽ ഗ്രോത്ത് കൊടുത്തേ പറ്റൂ. മനോഹരമായി ഇന്റലക്ച്വൽ ഗ്രോത്ത്. അതെന്താ? കുട്ടികൾക്ക് വ്യത്യസ്ത കഴിവായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് കുട്ടി വന്നിട്ട് പറയും, ടീച്ചറെ ഞാനൊന്ന് പുറത്തു പോയിക്കോട്ടെ എന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? സിസ്റ്റം ബ്രേക്ക് ചെയ്യണ്ട നിങ്ങൾ സ്കൂളിന്റെ. എന്നാലും നിങ്ങൾ എന്താ പറയാ? ഞാനിന്ന് പുറത്തോട്ടെ ടീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? മര്യാദക്ക് അവിടെ ഇരുന്നോന്നറിയും. ഈ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ കുറിച്ചിട്ട് ലോകം വിളിക്കുന്ന പേര് ഡ്രോപ്പ് ഔട്ടേഴ്സ് എന്നല്ല, അവരെ വിളിക്കുന്ന പേര് വാക്ക് ഔട്ടേഴ്സ് എന്നാണ്. നിങ്ങളെന്ന ടീച്ചറുടെ മുഖത്ത് നോക്കി ടീച്ചറെ ഞാൻ ഒന്ന് പുറത്തേക്കോട്ടെ എന്ന് പറഞ്ഞത് നിങ്ങളെ സഹിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ ആ കുട്ടിക്ക് നിങ്ങളെ ക്ലാസ് തിരിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് കുട്ടിയെ ഞാൻ പറയുന്നത് ആകെ കൊളാക്കാൻ വേണ്ടിയിട്ടല്ല. ആ കുട്ടിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, ആ കുട്ടിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ കുട്ടി അതിമനോഹരമായി ഇന്റലക്ച്വലി ചിന്തിക്കുന്നു. ടീച്ചറെ നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തൊരു തെറ്റുണ്ടല്ലോ എന്ന് പറയുന്നു. കാരണം ഇന്ന് ഗെയിം ഇറങ്ങിയിരിക്കുന്നു, കുട്ടികൾക്കറിയാം. എന്റെ മകള് മിനിയാന്നൊരു കേസ് സ്റ്റഡി, കുറച്ച് മുമ്പ് ഒരു കേസ് സ്റ്റഡി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ടൊയോട്ടന്റെ കേസ് സ്റ്റഡിയാണ് ഉപ്പ, ഇതൊന്ന് പറഞ്ഞുതരോ, ടൊയോട്ടയുടെ തീരുമാനങ്ങൾ അത് ഇതെന്നൊക്കെ. അവനെ BBA ഫസ്റ്റ് ഇയറിന് പഠിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മകളോട് ഏറ്റവും താഴെയുള്ള കുട്ടി പറയാൻ എന്ന് പറഞ്ഞ 10 വയസ്സുകാരൻ പറയാൻ, അതിനെന്താടാ ഇപ്പൊ ഉപ്പനോടൊക്കെ ചോദിക്കണത്, നീ അതിനല്ലേ ട്രാൻസ്ലിട്രേഷൻ എന്നും പറഞ്ഞൊരു ആപ്പും കൊടുത്തിട്ട് ആ ആപ്പ് ഇങ്ങനെ ഇതിൽ കൂടെ പായിച്ചപ്പോ കേസ് സ്റ്റഡി കംപ്ലീറ്റ് മൊബൈൽ പറയുന്നു. ഇതാണ് കുട്ടികൾ. നമ്മളാ നോട്ട് ഓൺലി ബട്ട് ആൾസോ ചച്മാസാസ് എന്ന് പറഞ്ഞാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നടക്കൂല, കുട്ടികളുടെ മുമ്പിൽ നടക്കൂല. പകരം എന്താക്കണം? ആ കുട്ടികൾക്ക് ഗെയിം, ഇപ്പൊ ഗെയിമിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ അതിനെ പറ്റി ഇവിടെ പറയുമായിരിക്കും. ഗെയിമിലൂടെ മാത്രം 5 കാറ്റഗറി കഴിഞ്ഞു പോയി. ഒന്ന് മെമ്മറൈസിങ്, അത് കഴിഞ്ഞിട്ട് എന്തായി? കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ക്ലബാക്കിയിട്ട് പഠിപ്പിക്കുന്നതിന്റെ പേരാണ് കൊളാബറേഷൻ. ആദ്യം മെമ്മറൈസിങ് ആയിരുന്നു, ആ കാലം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെമ്മറൈസിങ് കഴിഞ്ഞിട്ടില്ല. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിക്കുക, അവർക്ക് അസൈൻമെന്റ് കൊടുക്കുക, എന്നിട്ട് പ്രൊജക്ട് ബേസിലേക്ക് മാറ്റുക. എന്നിട്ട് എന്താ ഉണ്ടാവുക? ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വീഡിയോ ക്ലാസ്സസ് കേൾപ്പിക്കും. ആ ക്ലാസ് കേട്ടിട്ട് കുട്ടികൾക്ക് മനസ്സായത് അവർ എഴുതിയെടുക്കണം. എന്നിട്ട് ലൈബ്രറി പോയിട്ട് അതിന് അനുബന്ധമായ പുസ്തകങ്ങൾ വായിക്കണം. എന്നിട്ട് ചങ്കിങ് മെത്തഡോളജിയുടെ വ്യത്യസ്ത പാട്ടാക്കി തിരിക്കണം. എന്നിട്ട് കുട്ടികൾ വന്നിട്ട് പ്രസന്റ് ചെയ്യണം. അതിന്റെ പേരാണ് കൊളാബറേഷൻ. ടീച്ചർ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഇതാണ് യൂറോപ്പിലൊക്കെ ബേസിക് എഡ്യൂക്കേഷൻ. ടീച്ചർ ക്ലാസ് എടുക്കില്ല, പകരം ആ ക്ലാസ് കേട്ടിട്ട് കുട്ടി പോയിട്ട് വായിച്ചിട്ട് കുട്ടികൾ എന്നിട്ട് ഹൗ ടു പ്രസന്റ് ഇറ്റ്, എങ്ങനെ പ്രസന്റ് ചെയ്യണം കുട്ടികൾ പറയും. എത്രാം ക്ലാസ്സിലെ കുട്ടികൾ എന്നറിയോ? 3ാം ക്ലാസ്സിലെ കുട്ടികൾ, 4ാം ക്ലാസ്സിലെ കുട്ടികൾ. എന്നിട്ട് ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്റർ ആണ്, ഫെസിലിറ്റേറ്റ് ചെയ്യുക മാത്രം, ഗൈഡൻസ് കൊടുക്കുക മാത്രം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കുട്ടി കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. ലോകത്തിൽ ഭാഷ പഠിക്കാൻ ഏറ്റവും മനോഹരമായത് ഏതാ? LSRW ആണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അത് സാധാരണ IELTS പഠിപ്പിക്കാറുണ്ട്. അതല്ലാതെ നമ്മുടെ ലാംഗ്വേജിൽ എങ്ങനെ പഠിപ്പിക്കാറുണ്ടോ? നമ്മുടെ ലാംഗ്വേജിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോടൊന്നും തോന്നരുത് കേട്ടോ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വാശിയോടുകൂടിയും ബൂറോടുകൂടിയൊക്കെ പറയുന്നു. തന്നെയല്ല, എനിക്ക് ഉറക്കം വരാതിരിക്കാനും കൂടിയാണ് കുറച്ച് സ്ട്രോങ്ങിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം LSR ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് ലിസണിംഗ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏതാണ്? സ്പീക്കിംഗ് ആണ്. ഇത് രണ്ടും കൊടുത്ത് നിങ്ങൾ നോം ചോംസ്കിയെ വായിക്കുക. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഷാ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, LS കഴിഞ്ഞിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് പോകാൻ പാടുള്ളൂ. നമുക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആദ്യം തന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഭരിച്ച ഇംഗ്ലീഷുകാർക്ക് അന്ന് ആവശ്യം ഗുമസ്തന്മാരെയാണ്. ഏത് ഗുമസ്തന്മാരെ? തെറ്റുകൂടാതെ എഴുതുന്നവരെ. ആ ക്ലർക്കുമാരെ വേണ്ടതുണ്ടായത് കൊണ്ട് അവർ ആദ്യം എഴുതാനും വായിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. കാരണം പറയാൻ പഠിപ്പിച്ചില്ല. പറയാൻ പഠിക്കണമെങ്കിൽ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിലൂടെ കടന്നു പോകണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിലൂടെ പഠിപ്പിക്കണം. ലിസണിങ്, സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് പോകാവൂ. എവിടെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ തിരുവനന്തപുരത്തെ കടലോര പ്രദേശങ്ങളിൽ കടല വിറ്റ് നടക്കുന്ന കുട്ടിയും പറയുന്നത് ഇംഗ്ലീഷാണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചതാണ്. അവിടെ ലാംഗ്വേജ് പഠിക്കാൻ ഇനി പഴയതുപോലെയുള്ള മെത്തേഡല്ല. ഗെയിമിംഗ് എഡ്യൂക്കേഷനിലൂടെ ഇപ്പൊ നടക്കുന്നത്, കാർ റേസിംഗ് പോയിട്ട് അത് എൻഡിലെത്തുന്നതിന് മുമ്പേ ഈ പറയുന്ന എല്ലാ ടെൻസസും, ഈ പറയുന്ന നിങ്ങളുടെ അഫോർമേറ്റീവ്, ഇന്റർഗേറ്റീവ് എല്ലാ കാര്യങ്ങളും ഈ കുട്ടി പഠിച്ചിരിക്കും. അങ്ങനത്തെ ഗെയിം വരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാലത്താണോ നമ്മൾ വീണ്ടും ചോക്ലേറ്റ് നോട്ട് ഓൺലി ബട്ട് ആൾസോ പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നത്?
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഈ ഒരു ലോകത്തിലൂടെ കടന്നു പോകണം. ഇനി വളരെ ശ്രദ്ധിക്കണം. ഞാൻ എന്നാള് ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു. ഞാനും എൻ്റെ മൂത്ത 2 മക്കളും കൂടി ദുബായിൽ ഒരു ടെക്നോളജിക്കൽ ഫെസ്റ്റിന്. അടുത്ത ക്ലാസ് റൂം എന്താണെന്നറിയോ നിങ്ങൾ? അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരും. ഇവിടെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതായാലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സ്കൂളിലൊക്കെ വരും. ഞാൻ അതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യല്ല. ടീച്ചേഴ്സ് ഇല്ലാത്ത, ഇപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറ് വരുന്നത് പോലെ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂമാണ് ഇപ്പൊ AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, കാരണം ടീച്ചേഴ്സിന് യാതൊരു രീതിയിലുള്ള എൻട്രിയും കൊടുക്കാത്ത രീതിയിലുള്ള ക്ലാസ് റൂംസാണ്. ഞാൻ ആ ക്ലാസ് റൂമിൽ കയറി, എന്നെ മെറ്റയിലേക്ക് കയറ്റി. മെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെറ്റാവേഴ്സ് അതാണല്ലോ. അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ മദർ കമ്പനിക്ക് മെറ്റ എന്ന് പേരിട്ടത്. അതിലേക്ക് എന്നെ കയറ്റി. ഞാൻ അന്നൊരു റെഡ്, ഒരു വൈറ്റ്, പിന്നെ ഇതും ഒരു റെഡ് ഇതും കൂടിയാണ് ഇട്ടിരുന്നത്. എന്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ മെറ്റയിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ ഇതേപോലെ ഈ രൂപത്തിൽ സ്ക്രീനിലേക്ക് കയറ്റി. ഞാൻ പിന്നെ സ്ക്രീനിൽ നിന്നിട്ട് അവിടെയുള്ള ആ പെൺകുട്ടിയോട്, ഒരു പെൺകുട്ടിയുടെ രൂപമാണുള്ളത്, അതിനോട് ഓരോന്ന് ചോദിക്കാം. ആ ചോദ്യം ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് മറുപടി ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടിയും എക്സ്പ്ലനേഷനുമാണ്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? പിന്നെ എന്നോട് 2ാമത്തെ സ്റ്റേജ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ സംസാരിക്കേണ്ട, പകരം എന്ത് പറഞ്ഞാൽ മതി? ചിന്തിച്ചാൽ മതി. അപ്പൊ ഞാനിവിടെ മനസ്സിലൊരു ചോദ്യം ചിന്തിക്കുന്നു, എന്റെ പ്രതിരൂപം അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിന് അതിമനോഹരമായിട്ട് മെറ്റാവേഴ്സ് മറുപടി പറയും. ഇതാണ് ന്യൂ ക്ലാസ്, പുതിയ ക്ലാസ് റൂം ഇതാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലാസ് റൂമിലേക്ക് കയറി ടോട്ടൽ ഇതേപോലെ സ്ക്രീനാണ്. എന്ന് പറഞ്ഞാൽ സ്ക്രീനൊന്നുമില്ല, അവിടെയൊക്കെ ചുമരുകളാണ്. ആ ചുമരുകൾ, ഉദാഹരണത്തിന് ഇന്ന് കുട്ടിക്ക് പഠിക്കേണ്ടത് കിഡ്നി ഫംഗ്ഷനെ കുറിച്ചാണെങ്കിൽ, എന്താണ് കിഡ്നി, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, അതിന്റെ ബാക്സ്, ഡ്രോബാക്സ്, മെറിറ്റ്, ഡിമെറിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്താൽ മതി, വിരൽ തൊട്ടാൽ മതി, ഒന്നും വേണ്ട. അവിടെ ആ ചുമരിൽ വിരൽ തൊട്ടാൽ ഏത് ലാംഗ്വേജ് വേണമെന്ന് ചോദിക്കും. അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാണ്, അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒക്കെ ഞാൻ പറയുന്നുള്ളത്. നമ്മുടെ യൂറോപ്പിൽ ഏകദേശം 13 പ്രധാനപ്പെട്ട രാജ്യത്ത് പോയപ്പോൾ ഒരു തരി ഇംഗ്ലീഷ് പോലും അവർക്ക് അറിയില്ല. ഉദാഹരണത്തിന് സ്പെയിനിൽ നമ്മൾ പോയി, അവിടെ സ്പാനിഷ് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് അവർക്ക് അറിയില്ല. ഞങ്ങളുടെ കൂടെ വന്ന ഡ്രൈവർക്ക് പോലും അറിയില്ല. ജർമ്മനിയിൽ നമ്മൾ പോയി, അവിടെ ജർമ്മൻ ലാംഗ്വേജ് മാത്രമാണ്. ഫ്രാൻസിൽ നമ്മൾ പോയി, അവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് മാത്രമാണ്. ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പോയാൽ ഫിൻലാൻഡിൽ ഫിന്നിഷ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ സ്കോട്ടിഷ് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് അല്ലാതെ ഇംഗ്ലീഷ് അധികം നമ്മൾ കേൾക്കൂല. നമ്മൾ വിചാരിച്ചത് ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ എല്ലാം ആയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോന്ന്? അപ്പൊ ഇയാൾ എന്തെന്നാകെ പൊളിച്ചെഴുതാൻ വേണ്ടി വന്നതാണോ എന്നാണ് നിങ്ങൾ തോന്നുന്നത് അല്ലേ? ഇംഗ്ലീഷ് പഠിച്ചിട്ട് ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പും എനിക്കില്ല. 54 രാജ്യം പോയാലാകെ 4-5 രാജ്യം ഫുള്ളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. ഓസ്ട്രേലിയ ഒക്കെ, കാനഡ ഒക്കെ, UK ഒക്കെ, അവിടെയൊക്കെ ഇംഗ്ലീഷ് തന്നെ ഉള്ളൂ. ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങൾ അവരുടേതായ ലാംഗ്വേജാണ്. ജർമ്മനിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ പ്രശ്നമാണ്. ജർമ്മനിയിൽ അവരുടെ വിശ്വാസം ജർമ്മൻ ലാംഗ്വേജ്, ഞങ്ങൾക്ക് പോയിട്ടുണ്ടാവുമല്ലോ, ജർമ്മൻ ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്ന് അവർ വിശ്വസിക്കുന്നത്. ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നാണ് ഫ്രാൻസ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ സ്പാനിഷ് ലാംഗ്വേജ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നാണ് സ്പെയിൻ വിശ്വസിക്കുന്നത്. അപ്പൊ ലാംഗ്വേജ് പഠിത്തമാണ്, പിന്നെ ഇംഗ്ലീഷ് പഠിക്കുക എന്നതാണ് ലോകത്തിലെ വിദ്യാഭ്യാസം എന്ന തെറ്റിദ്ധാരണ നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ടുവരരുത്. നേരെ മറിച്ചിട്ട് ആ കുട്ടിക്ക് സ്കില്ല് കൊടുക്കലാണ്. എന്തൊക്കെ സ്കിൽസ്? വളരെ പെട്ടെന്ന് നോക്കിക്കോ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഒരു കുട്ടിക്ക് അതിമനോഹരമായിട്ട് ടെക്സ്റ്റ് സ്വന്തമായിട്ട് വായിച്ചു മനസ്സിലാക്കാനുള്ള റഫറൻസ് സ്കിൽസ്, അതാണ്. പ്രഭാഷകരായിട്ട് കുറെ കലാകാരന്മാർ വേറെ, പ്രസന്റേഷനായിട്ട് വേറെ കുറെ കലാകാരന്മാർ വേറെ, ഭയങ്കര ട്രെയിനേഴ്സായിട്ട് വേറെ കുറെ കലാകാരന്മാർ. നിങ്ങൾക്ക് എന്താണ് പണി? ഓരോ കുട്ടികളും വിറക്കുകയാണ് കുട്ടികളെ കാണുമ്പോൾ. എന്തുകൊണ്ട്? നമ്മുടെ എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ്. 1-ാം ക്ലാസ് മുതൽ പാട്ട് പാടി തുടങ്ങി, 2-ാം ക്ലാസ് മുതൽ കുട്ടികളോട് സംസാരിച്ച്, 3-ാം ക്ലാസ്സിൽ പിന്നെയും തന്റെ സഹപാഠികളോട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത്, 10-ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ എത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആകുമെന്നറിയോ? എത്ര വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ, ലോകത്തിലേത് സ്കിൽ സെറ്റും ഉണ്ടാകട്ടെ, എന്തുമുണ്ടാകട്ടെ, നമ്മുടെ കയ്യിലൂടെ പോകുന്ന കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. ഒരിക്കലും ഒരു ഓട്ടോക്രാറ്റിക് ടീച്ചേഴ്സായിട്ട് നമ്മൾ മാറരുത്. ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ഓട്ടോക്രാറ്റിക് ടീച്ചേഴ്സായി നമ്മൾ മാറരുത്. നമ്മളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ, ചില സാറന്മാർ പറയാറുണ്ട്, ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ കുട്ടികളും സൈലന്റ് ആയിട്ട് മാറും എന്ന് പറയാറുണ്ട്.
അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പേര്, ക്ഷമിക്കണം, കരടി എന്നാണ്, ടീച്ചർ എന്നല്ല. കാരണം കരടികളെയും ആനയെയും പുലിയൊക്കെ കണ്ട കുട്ടികൾ ചിലപ്പം പേടിച്ചെന്ന് വരും. ഹെഡ്മാഷ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ലാസ് റൂമിൽ ചൂളിയിരുത്തിയ കുട്ടിയെ ഏറ്റവും വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഓരോ ക്ലാസ് റൂമിൽ നിന്നും മാം, സർ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ കൈവീശുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങൾ ബെസ്റ്റ് ടീച്ചർ ആകുന്നത്, അവരുടെ ബെസ്റ്റ് പെർഫോമർ ആകും മാറുന്നത്. ഓരോ കുട്ടിയും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങണം. നിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്ന കുട്ടികളെയല്ല ആവശ്യം. ഊട്ടിയുടെ കയറ്റം കയറുമ്പോൾ നിങ്ങളെന്ന ടീച്ചർ കൂടെ ഇല്ലാത്തതിന്റെ പേരിൽ തട്ട കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് വാടാ ഒരു വലി വലിക്കാമെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്ന നിങ്ങളെ ഭയപ്പെട്ടത് കൊണ്ടാണ്. നേരെ മറിച്ചിട്ട് ഊട്ടിയുടെ തെരുവ് കയറുമ്പോൾ, ആ കാണുന്ന ചുരം കയറുമ്പോൾ ആര് നീട്ടിയാലും സോറി, എന്നോട് സൈനബ് മാം പറഞ്ഞിട്ടുണ്ട്, എന്നോട് നിഷ മാം പറഞ്ഞിട്ടുണ്ട്, ഇത് വലിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ആ കുട്ടി പറയും. സ്നേഹപൂർവ്വം. അന്നാണ് നിങ്ങൾ നല്ലൊരു സൈനബ് മാമായി മാറുന്നത്. നിങ്ങളെ തേടി എപ്പോഴെങ്കിലും ഒരു പാരന്റ് കടന്നു വരും. ആ പാരന്റ് ഇങ്ങനെ വന്നിട്ട് പേടിച്ചിട്ട് ആ പാരന്റ്സ് സ്കൂളിലേക്ക് വരിക. കാരണം ടീച്ചറിന് എന്താ പറയാന്നുള്ളതാണ്. ഒട്ടുമിക്ക പാരന്റ്സിനും സ്കൂളിലേക്ക് വരാൻ പേടിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തും കുട്ടിയെ. നിങ്ങളതിൽ പെടരുത്. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും, കുറെ ടീച്ചേഴ്സ്, സോക്കാൾ ടീച്ചേഴ്സ്. അതിൽ നിങ്ങൾ വിപരീതനാകണം. പാവം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കാക്കിയുടുപ്പ് മടിഞ്ഞോണ്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഓട്ടോ പോകാതെ തന്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾ വിളിപ്പിക്കുമ്പോൾ പേടിച്ചോണ്ട് വരും. ആ വരുന്ന സമയത്ത് ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഏത് താഴേക്കടയിലുള്ള ആളെയും ആ റൂമിലിരുത്തിയിട്ട് എന്നിട്ട് പറഞ്ഞേക്കണം, ആ കുട്ടിക്ക് 1ഉം 2ഉം മാർക്കാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞേക്കണം. 1ഉം 2ഉം മാർക്ക് കണ്ടിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കായിരിക്കും ഇയാള്. പറഞ്ഞേക്കണം, നിങ്ങളെ മോനും മാർക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ബെസ്റ്റ് കുട്ടിയാട്ടോ, മാർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, അതവനെ എടുത്തോളും കുറച്ച് കഴിഞ്ഞാ, പക്ഷെ നല്ല മോനാണ് എന്ന് പറയുമ്പോ പാവം ഓട്ടോറിക്ഷക്കാരന്റെ കണ്ണ് നിറയും. അവന്റെ കണ്ണ് നിറയിക്കുന്ന ഒരു പിതാവിന്റെ രോദനം കേൾക്കുന്ന ഒരു ടീച്ചറായി നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പോഴേ നമ്മൾ നല്ലൊരു ടീച്ചറാകും. അല്ലാതെ ഈ പാവം ഓട്ടോറിക്ഷ പണി പോയിട്ട് 500 രൂപ ഒരു ദിവസം കിട്ടി 200 രൂപ മിച്ചം വെച്ച് ആ 200 രൂപ കൊണ്ട് ഫീസ് അടച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോ അവന്റെ കുട്ടിയെ കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. പകരം ആ പാവത്തിനെ സമാധാനിപ്പിക്കണം. പാരന്റ്സിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എത്രയോ തവണ നിങ്ങൾ കേട്ട കഥയായിരിക്കും. നിങ്ങൾ ടീച്ചേഴ്സ് എന്തായാലും കേൾക്കണം. ഒരിക്കൽ കൂടി കേൾക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പാവം കുട്ടി സ്കൂളിൽ നിന്നൊരു ലെറ്ററുമായി വരുന്നു. കേട്ട കഥയാണ്, നിങ്ങൾക്കറിയാം, പക്ഷെ ചിലർക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. കുട്ടി ഇങ്ങനെ ലെറ്ററുമായിട്ട് വരുന്നു. ആ ലെറ്ററുമല്ലേ അമ്മയെ കൊടുക്കാൻ വേണ്ടി ടീച്ചറോട് പറയുന്നു. ആ ടീച്ചർ കൊടുത്തയച്ച കത്ത് ഈ അമ്മ മെല്ലെ മറിച്ചു നോക്കുന്നു. കണ്ണുകൾ നിറയുന്നു. അതിലെന്താ എഴുതിയതെന്ന അമ്മക്ക് പറയാൻ കഴിയില്ല. ഈ കുട്ടിക്കാകട്ടെ ഇംഗ്ലീഷും അറിയില്ല. കാരണം നേരത്തെ പറഞ്ഞ ലിസണിങ്ങും സ്പീക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, റീഡിങ്ങും റൈറ്റിങ്ങിലേക്ക് എത്തിയിട്ടില്ല. 7ാം ക്ലാസ് ആയിട്ട് പോലും എഴുത്തും വായനയും അറിയാത്ത ആ പാവം കുട്ടി ഈ കത്ത് ഇങ്ങനെ കൊടുത്തപ്പോ കണ്ണുകൾ നിറച്ചുകൊണ്ട്, അപ്പൊ അമ്മയെ എന്താ അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞത്, തന്റെ ചാരത്ത് ചേർത്തുകൊണ്ട് പറഞ്ഞത്, മോനെ നീ മിടുമിടുക്കനാണ്, നിന്നെ പഠിപ്പിക്കാനുള്ള ത്രാണി അവർക്കില്ലെന്ന് പറയുന്നു. കാരണം അവർ സാധാരണ ടീച്ചേഴ്സാണെന്ന്. നീ അപാര ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് മാറ്റിച്ചേർക്കണം, ഉഗ്രമായ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഈ കുട്ടി സന്തോഷിക്കുകയാണ്. എല്ലാ കുട്ടികളെക്കാളും ടോപ്പാണെന്ന് ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞു ടീച്ചർ എന്ന അത്ഭുതത്തോടു കൂടി മറ്റൊരു സ്ഥാപനത്തിൽ പോയി ചേരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇയാൾ വളർന്ന് വലുതായി. ദാ കത്തുന്ന ബൾബ്, ഇതിന്റെ ആദ്യകാല ബൾബിനെ ഈ ലോകത്തെ പ്രകാശിപ്പിച്ച മനുഷ്യന്റെ പേരാണ് ശാസ്ത്രം കൊണ്ട് തോമസ് ആൽവ എഡിസൺ. ഈ കുട്ടിയാണ് പിന്നെ തോമസ് ആൽവ എഡിസണായി മാറുന്നത്. ആ എഡിസൺ എന്ന് പറയുന്ന കുട്ടി തൻ്റെ അമ്മ മരിച്ചു എന്നാണ് 3 പുസ്തകം ഞാൻ വായിച്ചപ്പോൾ നിന്ന് മനസ്സിലായത്. അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ വൈകാരികത കൊണ്ട് പഴയ അമ്മയുടെ പെട്ടി തുറന്നപ്പോൾ ഒരുപാട് പേപ്പേഴ്സും നമ്മൾ പറയുന്ന ആധാരം പോലുള്ള സാധനങ്ങളൊക്കെ തപ്പിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കത്തിരിക്കുന്നുണ്ട്. ആ കത്തിങ്ങനെ മറിച്ചു നോക്കി പണ്ട് ടീച്ചർ തന്നെ കുറിച്ച് പറഞ്ഞ അതിമനോഹരമായ വരികൾ ഒന്ന് വായിക്കാൻ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി നിൽക്കവേ ഒന്ന് വായിക്കാൻ മെല്ലെ ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ അന്ന് അമ്മ കരഞ്ഞതിനേക്കാൾ മകൻ കരഞ്ഞു. അതിൽ എഴുതിയിരുന്നത്, നിങ്ങളുടെ മകൻ ഒരു ഇഡിയറ്റാണ്, ഒരു മഹാവിഡ്ഢിയാണ്, അവനെ പഠിപ്പിക്കലല്ല നിങ്ങളുടെ ജോലി, അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ ഇനി സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്നാണ്. അതുകൊണ്ട് പാരൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഓരോ കുട്ടികളും ഏറ്റവും താഴെയാണെങ്കിലും നാളെയുടെ തോമസ് ആൽവ എഡിസൺമാരാണ് ഈ കുട്ടികളെന്ന് നമ്മുടെ പാരൻസിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം.
മുൻവിധിയായി നമ്മുടെ മുമ്പിലേക്ക് ഒരു കുട്ടിയും വരരുത്. മുൻവിധിയോടെ ഒരു കുട്ടിയെയും നമ്മൾ കാണരുത്. എനിക്കേറ്റവും ഇഷ്ടം കുസൃതി കാണിക്കുന്ന കുട്ടിയാണ്. എനിക്കേറ്റവും ഇഷ്ടം വേണമെങ്കിൽ, അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാം, ടീച്ചറെ പിടിച്ച് തള്ളുന്ന കുട്ടിയാണ്. എനിക്കേറ്റവും ഇഷ്ടം ടീച്ചറോട് ഇങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് പോടാ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പോ ടീച്ചറെ എന്ന് ചിണുങ്ങിക്കൊണ്ട് പറയുന്ന കുട്ടിയാണ്. അല്ലാതെ ഇങ്ങനെ അച്ചടക്കത്തോടു കൂടി നിൽക്കുന്ന കുട്ടിയല്ല. കാരണം അവൻ സ്റ്റാറാണ്, അവൻ സൂപ്പർ സ്റ്റാറാണ്, അവൻ മെഗാ സ്റ്റാറാണ്. ആ സ്റ്റാറിന് നമ്മൾ കണ്ടേ വരാവൂ, അവനെ കൊണ്ടേ നമ്മൾ പോകാവൂ, അവനെ ഉയർത്തിക്കൊണ്ടേ വരാവൂ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തിയിട്ട് അതിമനോഹരമായി പഠിപ്പിച്ച കുട്ടികളൊന്നും നമ്മളോട് പിന്നെ കമ്മിറ്റ്മെൻറ്റ് വല്ലാണ്ട് കാണിക്കാറില്ല. കാരണം അത്തരം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നൽ ഞാൻ സ്വന്തം പഠിച്ചതാണ്, ഞാൻ വലിയ മിടുക്കിയായിരുന്നു, ഞാൻ എല്ലാറ്റിലും A+ ആയിരുന്നു, അങ്ങനെയല്ല പറയാം, ഞാൻ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ്. പക്ഷെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ എല്ലാ സമയത്തും ടീച്ചേഴ്സിനെ കാണാൻ വരും, സാർ എന്ന് പറയും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു, UK ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ് UK എന്നെ പരിപാടിക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന, ഞാൻ പ്രസംഗത്തിന് ഗോസിപ്പ് കൂട്ടാൻ പറയല്ല, ബാക്ക് ബെഞ്ചിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് ഇന്നും ഞങ്ങളെ പ്രോഗ്രാമിന് വിളിക്കുന്നത്. പല രാജ്യത്തേക്കും പോകുമ്പോഴൊക്കെ ആ കുട്ടികൾക്ക് ഇന്നും കമ്മിറ്റ്മെൻ്റാണ്. ഞാൻ വാങ്ങിത്തരാൻ വേണ്ടി പറയല്ല, ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഒരിക്കലും എനിക്ക് വാങ്ങിത്തരരുതെന്ന്. ഞാൻ ഒരിക്കലും മൊബൈൽ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല, വാച്ച് എന്ന് പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല. എല്ലാം എൻ്റെ പിൻബെഞ്ചിലിരുന്ന കുട്ടികൾ എനിക്ക് കൊണ്ടുവന്നിരുന്നതാണ്. കാരണം അവരിന്ന് മുൻബെഞ്ചുകാരാണ്. ലോകത്തിൻ്റെ ഐതിഹാസികമായ രീതിയിൽ പോയവരുണ്ട്. ഒരു കുട്ടിയെ മാത്രം പറയാൻ നിങ്ങളൊന്ന് അനുവദിക്കണം. മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ അയൽവാസി മോന്, അവന് ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ SSLCയിൽ. എവിടെയും +2 കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളെ സ്ഥാപനത്തിൽ വന്നു. തീരെ പഠിക്കാത്തവർക്ക് പഠിക്കാവുന്നൊരു സ്ഥാപനം നമുക്കുണ്ട്. അങ്ങനെ ആ സ്ഥാപനത്തിൽ വന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ +2 ഇവിടെ ചേർന്നോ, പക്ഷെ ഡിഗ്രിക്ക് ഇവിടെ ചേരരുത്, ഡിഗ്രിക്ക് നീ ടോപ്പ് ക്യാമ്പസ് പോകണം. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ എവിടെ പോവാന്ന് ചോദിച്ചു. നീ ഫറൂഖ് കോളേജ്, നമുക്ക് അന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കോളേജ്, ഫറൂഖ് കോളേജ് പോയി പഠിക്കണമെന്ന്. ഒറ്റ ചിരിയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന്. KT മുസ്തഫ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവൻ ആ ഒരു സ്വപ്നം കൊണ്ട് അങ്ങനെ വളർന്നതിൽ ഹാരിസ് ഹുദവി സാറിനും വലിയ പങ്കുണ്ട്. ചുരുക്കി പറഞ്ഞ് അങ്ങനെ ഉയർന്നുയർന്ന് പോയി. അവൻ അന്ന് +2 ടോപ്പ് റേഞ്ച് മാർക്കും വാങ്ങി. അവന് ഫറൂഖ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി. പോരാ, പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, സാർ PG എവിടെ ചെയ്യണം? ഡിഗ്രി കഴിഞ്ഞിട്ട് ഉഗ്രമായ മാർക്ക് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി 2500 ഏക്കറിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ പോയി. അവിടുന്ന് PG കഴിഞ്ഞ് പിന്നെ PhD കഴിഞ്ഞ് ഡോക്ടർ KT മുസ്തഫ. അന്ന് +2 തീരെ SSLCക്ക് തീരെ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വന്നിട്ട്, സാർ ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുന്ന KT മുസ്തഫയെ ഇപ്പം നിങ്ങൾക്ക് പോയാൽ കാണാം, ഫറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചറായിട്ട് നിങ്ങൾക്കിപ്പോൾ അവനെ കാണാവുന്നതാണ്. കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം. ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന കഥ പറയല്ല, പാവം മക്കളെ ഉയർത്തിയിട്ട് നെഞ്ചോട് ചേർക്കും. അങ്ങനെ ഒരു ടീച്ചറായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഉറങ്ങുന്ന കുട്ടിയെ പുറത്താക്കാതെ അവനെ അവിടെ തന്നെ ഇരുത്ത്. അവനെ പേഴ്സണലായിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അവൻ്റെ രക്ഷിതാവിനോടും ആ കുട്ടിയോടും ഒരു ബന്ധം നിലനിർത്ത്. എന്നിട്ട് അവൻ തനിക്ക് അച്ഛറയാണെങ്കിൽ പോലും മാതാവിനോട് പറയൂ, ഉഷാറാണ് കേട്ടോ, ഞാൻ നേരാക്കിക്കോളട്ടോ എന്നൊക്കെ അവരോട് സ്വകാര്യതയിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവൻ ചക്രവർത്തിയായി വളർന്നു വരട്ടെ. അങ്ങനെ ഉയർന്നുയർന്ന് ലക്ഷ്യബോധത്തോടെ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന നല്ല ടീച്ചേഴ്സായിട്ട് നിങ്ങൾ വളർത്തണം. കുട്ടികൾക്ക് കൊടുക്കാൻ ആകെ ഇന്നേ വരെ 4 എഡ്യൂക്കേഷനേ ഉള്ളൂ. 4 ഞാൻ പറഞ്ഞു, ഒന്ന് സ്പിരിച്വൽ എഡ്യൂക്കേഷനാണ്, ഒന്ന് ഇമോഷണൽ എഡ്യൂക്കേഷനാണ്, ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷനാണ്, ദെൻ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. ഈ 4 എഡ്യൂക്കേഷനും ഒരേപോലെ കുട്ടിയിൽ ഒരേപോലെ എംബഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. എപ്പോഴും നമ്മൾ ഫ്രണ്ട്സായി കൂടെ കൂട്ടണം. ദയവ് ചെയ്ത് ഇതിൽ കുറേ വിവാഹം കഴിഞ്ഞ കുട്ടികളുണ്ടാവും. ഫാമിലി ഇഷ്യൂസ് കുട്ടികളുടെ അരികിലേക്ക് കൊണ്ടുപോകരുത്. ഞങ്ങൾക്കൊരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കൊരു സാധനം പഠിപ്പിക്കൂല, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും എന്തെന്ന് പറഞ്ഞാൽ കഴുതക്കുഞ്ഞുങ്ങളെ പഠിക്കൂല എന്ന്. അവസാനം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആ പാവം ടീച്ചറെ അവർ ഏകദേശം 22-23 വയസ്സുള്ള സമയത്ത് ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് ഫാമിലി ഇഷ്യൂസ് ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും പ്രാക്ടിക്കലാവുക, നന്നായിട്ട് സ്കിൽ ബേസ്ഡ് മോഡലിലൂടെ കൊണ്ടുപോവുക, കുട്ടികളെ ഇമോഷണൽ സ്റ്റാറ്റസ് ഉള്ളവരാക്കുക,
പാഷനേറ്റ് ആക്കുക, അതിമനോഹരമായ ഉയരങ്ങളിലേക്ക് പോവുക. ലോകത്തിൽ എത്ര ഉയർന്നു പോയ പ്രൊഫഷൻ ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ, ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, ഈ ലോകത്തിൽ എന്നും കടപ്പാടോടെ മനുഷ്യരെ കാണുന്ന ഒരു പ്രൊഫഷൻ അത് ടീച്ചേഴ്സാണ്. നിങ്ങളുടെ കുട്ടി പഠിച്ചുയർന്ന് ജില്ലാ കളക്ടറായി എന്ന് വെക്കുക. ജില്ലാ കളക്ടറുടെ, ഞാൻ ചെറിയ തോത് പറയാം, ജില്ലാ കളക്ടറുടെ ഇങ്ങനെ വാതിൽ കൊട്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ മേ ഐ കമിൻ സാർ എന്ന് ചോദിക്കാതെ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും അകത്തേക്ക് കയറാൻ പറ്റൂല. കാരണം ഡോക്ടേഴ്സ് ആ ഡിഗ്നിറ്റിയിൽ ഒരുപാട് താഴെയാണ്, കളക്ടർ ഒരുപാട് പ്രോട്ടോകോൾ അനുസരിച്ച് മുകളിലാണ്. പക്ഷേ ഒരു ദിവസം കളക്ടർ ഇങ്ങനെ ഫയലിൽ ഒപ്പുവെക്കുമ്പോൾ അറിയാതെ ജനൽവാതിലൂടെ നോക്കുമ്പോൾ ഒരു നിഴല് പോലെ കടന്നു പോകുന്നു. തന്നെ 2ാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ശങ്കരൻകുട്ടി സാറ് ഉടനെ തന്നെ സാറ് പറയും സ്റ്റാഫിനോട്, എൻ്റെ സാറാണ് വിളിപ്പിക്കുന്നത്. ആ സാറാണ് വിളിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പാവം സ്റ്റാഫ് പോയിട്ട് പറയാണ്, നിങ്ങളെ സാറ് വിളിക്കുന്നു സാർ, നിങ്ങളെ സാറ് വിളിക്കുന്നു എന്നാണ്. 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പഴയ TTC മതി. ആ TTCയും കൊണ്ട് അങ്ങനെ പഴയ തുണിയെടുത്തിട്ട് ആൾക്കൂട്ടത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ സാറിൻ്റെ, കളക്ടറുടെ സാറ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ മാഷെ കാണാൻ വരുമ്പോൾ പഴഞ്ചൻ തുണിയും പഴയ ഷർട്ടും ധരിച്ചിട്ടുള്ള പാവം ശങ്കരൻ സാറെയാ കാണുന്നത്. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് തോളത്ത് തട്ടിയിട്ട്, ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് തട്ടിയിട്ട് പോട്ടടാ മോനെ എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരു പ്രൊഫഷനെ സാധിക്കൂ. അതിൻ്റെ പേരാണ് ടീച്ചർ. വേറെ ഒരാൾക്കും അതിന് കഴിയില്ല. ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം, പ്രസിഡന്റിന്റെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം, പ്രധാനമന്ത്രിയുടെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം, വേണമെങ്കിൽ ലോകരാജ്യത്തിന്റെ ഏമാന്മാരുടെ തോളത്ത് തട്ടാം. ഇഫ് യു ആർ എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ആ ഒരു രീതിയിൽ ലോകത്തിന്റെ നെറുകയിൽ തട്ടുന്നവന്റെ പേരാണ് ടീച്ചർ. ആ ഒരു ഡിഗ്നിറ്റി നമുക്കുണ്ടാകണം. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടിയും ഓരോ ലോകമാണെന്ന് തിരിച്ചറിയണം. ഒരാൾ ആർട്ടിന്റെ ലോകം, ഒരാൾ സ്പോർട്സിന്റെ ലോകം, ഒരാൾ നല്ല രീതിയിൽ കിനസ്തറ്റിക്കിന്റെ ലോകം, ഒരാളാകട്ടെ ഇന്റലക്ച്വൽ ബ്രെയിൻ ആയിട്ടുള്ള ലോകം, ഒരാൾ ഗെയിമിന്റെ ലോകം, ഒരാളാകട്ടെ സോഷ്യൽ റാപ്പോയുടെ ലോകം, ഒരാൾ ഫ്രണ്ട്സ് മേക്കിങ്ങിന്റെ ലോകം, ഒരാൾ ചിലപ്പോൾ റെഫറൻസ് സ്കില്ലിന്റെ ലോകം, ഒരാൾ റീഡിങ്ങിന്റെ ലോകം, ഒരാൾ നല്ല രസകരമായ അതിമനോഹരമായ ആൾട്ടിക്കൽ റീസണിങ്ങിന്റെ ലോകം, ഒരാൾ ക്രിട്ടിക്കൽ ഇവാലുവേഷന്റെ ലോകം, ഒരാൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിന്റെ ലോകം, ഒരാൾ സ്ട്രാറ്റജിക്കൽ തോട്ട്സിന്റെ ലോകം, ഒരാൾ സയന്റിസ്റ്റിന്റെ ലോകം. വ്യത്യസ്തമായ ലോകമാണ് എൻ്റെ മുമ്പിലൂടെ നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ലോകത്തെയും നിങ്ങൾ വാർത്തെടുക്കുക. അല്ലാതെ എല്ലാ കുട്ടികളെയും തിരിച്ചു മറിച്ച് വെട്ടിച്ചുരുക്കി എല്ലാ ചർഗം വെട്ടി ഒറ്റ ലോകമാക്കി മാറ്റാതിരിക്കുക. അങ്ങനത്തെ വില കുറഞ്ഞ ടീച്ചേഴ്സ് ആകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ഭാവിയിലെ ഉന്നതമായ ടീച്ചേഴ്സിനും ഭാവുകങ്ങൾ. എന്നെ ക്ഷണിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട ഹാരിസ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ആളുകൾക്കും, എല്ലാ ട്രെയിനേഴ്സിനും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. മരിക്കുന്നതിന് മുമ്പേ നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ആ ചെയ്തിയുടെ പേരാണ് അധ്യാപകൻ. പ്രവാചകൻ പറഞ്ഞു, ഇന്നി ബുഇസ്തു മുഅല്ലിമ, ഞാൻ അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്ന്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു ഗുരുവിന്റെ പദമല്ല തരേണ്ടത്, ഒരു അധ്യാപകൻ എന്ന പദമാണ് എന്ന്. ലോകത്തിൽ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അധ്യാപകനായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു അധ്യാപകനായിട്ടാണ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പ്രൗഢിയോടെ പറയണം, ഡോക്ടേഴ്സിനേക്കാളും എഞ്ചിനീയേഴ്സിനേക്കാളും സയന്റിസ്റ്റിനേക്കാളും അതിമനോഹരമായ ഒരു സ്ഥാനമുണ്ട്. അത് ലോകത്തിൽ ഒരാൾക്ക് മാത്രമാണ്, അധ്യാപകനാണ്. ആ അധ്യാപകനാകാൻ നമുക്ക് മാറണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ്. നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാ രീതിയിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.